ഓക്കെ, അപ്പോൾ ഓഫ് സ്റ്റഡീസ് കേട്ടോ. നമുക്കറിയാം ഓഫ് സ്റ്റഡീസ് വാസ് റിട്ടൺ ബൈ ഫ്രാൻസിസ് ബേക്കൺ. ഹി വാസ് ബോൺ ഇൻ 1561 ആൻഡ് ഹി വാസ് ഡൈഡ് ഇൻ 1626. അതെപ്പോഴും ഓർത്തോണം, മറന്നു പോകരുത് കേട്ടോ. ദെൻ അദ്ദേഹത്തിൻ്റെ ഇതൊന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ല, ഡേറ്റ് ചെയ്യാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ക്വീൻ എലിസബത്ത് എന്തിട്ടുണ്ട്? ക്വീൻ എലിസബത്ത് called whom? Queen Elizabeth, who was impressed by his precise intellect and was accustomed to calling him the young Lord Keeper. അപ്പോൾ ക്വീൻ എലിസബത്ത് ആണ് യങ് ലോർഡ് കീപ്പർ എന്ന് വിളിച്ചത്, ഓർത്ത് വെക്കുക, മറന്നു പോകണ്ട. ആൻഡ് ബേക്കൺ സ്റ്റേറ്റഡ് ദാറ്റ് ഹി ഹാഡ് 3 goals. ഫസ്റ്റ് ഗോൾ ടു അൺകവർ ട്രൂത്ത്, ടു സെർവ് ഹിസ് കൺട്രി ആൻഡ് ടു സെർവ് ഹിസ് ചർച്ച്. ഇത് 3 അദ്ദേഹത്തിൻ്റെ ഗോൾസ്. അത് ഓർത്ത് വെക്കുക, മറന്നു പോകണ്ട കേട്ടോ. അടുത്തത് പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബേക്കൺ മാരിഡ് ആലിസ് ബർഹാമിനെ മാരി ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ് ഹി വാസ് ഫസ്റ്റ് വിസ്കൗണ്ട് ഓഫ് സെൻറ്റ് ആൽബൺ ആണ്. ആൻഡ് ഫസ്റ്റ് ലോർഡ് വെറുലമാണ്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ ആണ്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ ആണ് നമ്മുടെ ബേക്കൺ. ഫാദർ ഓഫ് എസ്സേസ് ആരാ? ഫാദർ ഓഫ് എസ്സേ മൊണ്ടൈൻ ആണ് കേട്ടോ, മറന്നു പോകണ്ട. മൊണ്ടൈൻ്റെ ആ ഒരു ടേമിൽ നിന്നാണ് എസ്സേ എന്നുള്ള വേർഡ് ഇയാൾ കോയിൻ ചെയ്തിരിക്കുന്നത്. ദെൻ എഡ്യൂക്കേറ്റഡ് കോളേജിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് അല്ല. Father of has been called the father of empiricism. What's empiricism? Sensory experience is the best source of knowledge. അതാണ് എംപിരിസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then what's epigrammatic style? What's meaning epigrammatic style? Epigrammatic ആർക്കും ഓർമ്മ ഉണ്ടോ? His style is known as epigrammatic. Aphoristic. What's the meaning? പ്രിസൈസ് ആയിരിക്കും അല്ലേ? പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ആറ്റിക്കുറുക്കിയ സംഭവമായിരിക്കും എഴുതുക. വെൻ വി റീഡ് ദ ഓഫ് സ്റ്റഡീസ് എസ്സേ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രം എ സിമ്പിൾ എസ്സേ, ഫ്രം എ വെരി ഷോർട്ട് എസ്സേ അല്ലേ? അല്ലെങ്കിൽ ഓരോ ലൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരൊറ്റ ലൈനും എന്തല്ല ഇമ്പോർട്ടൻ്റ് അല്ലാത്തില്ല, എല്ലാ ലൈനും ഓരോ ലൈനിലും കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു നോളജ് എന്ന് പറയുമ്പോൾ അത്രയും വാസ്റ്റാണ് അല്ലേ? സോ ദാറ്റ്സ് മീനിങ് ഓഫ് എപ്പിഗ്രാമാറ്റിക് ആൻഡ് പ്രിസൈസ് ആൻഡ് ഓർ അഫോറിസ്റ്റിക്. മറന്നു പോയാൽ മാർക്കോടെ പോകും. പിന്നെ അലക്സാണ്ടർ പോപ്പ് called him wisest, brightest and the meanest of mankind. ഇമ്പോർട്ടൻ്റ് മറന്നു പോകണ്ട. പിന്നെ മരിക്കുന്നതിൻ്റെ ന്യൂമോണിയ ആയിരുന്നു മരണകാരണം, അത് കൺഫേംഡ് ആണ് കേട്ടോ, മറന്നു പോകണ്ട. പിന്നെ എസ്സേസ് ഓർ കൗൺസിൽ സിവിൽ ആൻഡ് മോറൽ, അതായത് 3 എസ്സേ കളക്ഷനുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് 1597, 10 essays ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകണ്ട. അത് അണ്ടർ വൺ ഈസ് 1612 38 essays വരുന്നുണ്ട്. ആൻഡ് 1625 58 essaysഉം 10, 38, 58. 10 essays വരുന്ന വർഷം ഇതാണ് 1597. 1612 വരുന്ന essays ആണ് 38 essays in 1612. then 1625 58 essays. പിന്നെ വരുന്നത് അഡാപ്റ്റഡ് ടേം എസ്സേ ഫ്രം മൊണ്ടൈൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ അത് വർക്ക് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ് അതിൻ്റെ ഒരു വർക്കാണ്. ദ നെക്സ്റ്റ് വൺ ഡി സാപ്പൻഷ്യ വെറ്ററം, ഒരു അണ്ടർ വർക്കാണ്. ട്രാൻസ്ലേറ്റഡ് ആസ് ദ വിസ്ഡം ഓഫ് ദി ആൻഷ്യൻസ്, അതായത് ആ വർക്ക് ലാറ്റിനിലൊരു നെയിമാണത്, അപ്പോൾ അത് കൊടുത്ത് ഇംഗ്ലീഷിൽ നെയിമാണ് കേട്ടോ. ദ നോവും ബോഗാവനൻ ഇറ്റ്സ് ഓൾസോ ലാറ്റിൻ. ആ പബ്ലിക്കേഷൻ ഇയറും ജസ്റ്റ് ഓർത്ത് വെക്കണം, മറന്നു പോകണ്ട. ദെൻ ദ ന്യൂ അറ്റ്ലാന്റിസ് ഇറ്റ്സ് അൺഫിനിഷ്ഡ് വർക്കാണ് കേട്ടോ. അൺഫിനിഷ്ഡ് ഉട്ടോപ്പിയൻ ഫിക്ഷനാണ് ന്യൂ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ആ ഒരു വർക്ക്. അതിൻ്റെ നോവ അറ്റ്ലാന്റിസ് ആയിരുന്നു അതിൻ്റെ ഏതിലെ പേര്, ലാറ്റിനുള്ള പേര്. ഒറിജിനൽ പബ്ലിഷ് ഇൻ ലാറ്റിൻ 1627. ദെൻ ബേക്കൺ, വാട്ട്സ് ബേക്കൺ ഹെറസി? അഡ്വാൻസ്ഡ് ബൈ ഡെലിയ ബേക്കൺ ഇൻ ഹെർ ഫിലോസഫി ഓഫ് ദ വർക്ക്സ് ഓഫ് ഷേക്സ്പിയർ അൺഫോൾഡഡ്. അതായത് ഷേക്സ്പിയറുടെ ഒരുപാട് വർക്കുകൾ എഴുതിയ ആരാണ്? ബേക്കൺ എന്ന് പറഞ്ഞ ഒരു ഇതാണെന്ത്, ബേക്കോണിയൻ ഹേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് സപ്പോസ് ബൈ ഫ്രം ഹൂം? ഡെലിയ ബേക്കൺ. ബേക്കണിൻ്റെ മകളായിരുന്നു ഡെലിയ ബേക്കൺ ആണ് ഇത് പറഞ്ഞത്. പിന്നെ നമ്മൾ ടെക്സ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റഡീസ് ഫോർ ഡിലൈറ്റ്, ഫോർ ഓർണമെൻറ്റ് ആൻഡ് ഫോർ എബിലിറ്റി, ഇത് 3 സ്റ്റഡീസിൻ്റെ 3 മെയിൻ പർപ്പസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് 3 സ്റ്റഡീസിൻ്റെ മെയിൻ പർപ്പസ് കേട്ടോ. മെയിൻ പർപ്പസ് ഓഫ് സ്റ്റഡി ഇതാണ്: ഡിലൈറ്റ്, ഓർണമെൻറ്റ് ആൻഡ് എബിലിറ്റി. ഡിലൈറ്റ് മീൻസ് വാട്ട് ഇസ് ഡിലൈറ്റ്? ഡിലൈറ്റ് എന്തായിരുന്നു? എൻജോയ്മെൻറ്റ് അല്ലേ? നെക്സ്റ്റ് വൺ ഓർണമെൻറ്റ് എന്തായിരുന്നു? പേഴ്സണൽ ക്വാളിറ്റീസ്. എബിലിറ്റി എന്തായിരുന്നു? ഡെവലപ്മെൻറ്റ് സ്കിൽസ്. വാട്ട്സ് ദ മീനിങ് ഓഫ് അതിൻ്റെ ഓരോന്നും പറയും. വാട്ട്സ് ഡിലൈറ്റ് എന്തായിരുന്നു? ദ ചീഫ് ഇഷ്യൂ ഡിലൈറ്റ് എന്തായിരുന്നു? പ്രൈവറ്റ്നെസ് ആൻഡ് റിട്ടയറിങ് അല്ലേ? പ്രൈവറ്റ്നെസ്സിലും
റിട്ടയറിങ്, അതായത് നമ്മളൊരു പ്രൈവറ്റ് ആയിരുന്ന സമയത്ത് ബുക്സ് വായിക്കുന്നത്. വൈ വി റീഡ് എ ബുക്ക് വെൻ വി ആർ അലോൺ. നമ്മൾ എന്തിനാണ് ബുക്ക് വായിക്കുന്നത്? നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് വായിക്കുന്നത്. സോ ദാറ്റ്സ് മീനിങ് ഓഫ് വാട്ട്? ഡിലൈറ്റ്. ആൻഡ് ഫോർ ഓർണമെൻറ്റ്, വാട്ട്സ് ഓർണമെൻറ്റ്? നിങ്ങൾക്ക് എത്രയോ പ്രാവശ്യം പറഞ്ഞു, പെട്ടെന്ന് പറയും. ഇവിടുത്തെ ഓർണമെൻറ്റ് ഡിസ്കോഴ്സ് അല്ലേ? നമ്മൾ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും സംഭവം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ലാംഗ്വേജ് വേണം. നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സെമിനാർ കൊടുക്കണം. ആ സെമിനാർ എടുക്കുക നമുക്കൊരു പറയാൻ ചാൻസ് കിട്ടി. നമുക്ക് പറയണമെങ്കിൽ നമുക്ക് അതിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ നോളജ് വേണം അല്ലേ? സോ ദാറ്റ്സ് വൈ ഹി സേസ് ദാറ്റ് സ്റ്റഡീസ് ഫോർ ഡിലൈറ്റ്, ഫോർ ഓർണമെൻറ്റ് ആൻഡ് ഫോർ എബിലിറ്റി. എബിലിറ്റി എന്തായിരുന്നു? ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് ബിസിനസ് അല്ലേ? അതായത് എന്താ നോളജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേക്കിംഗ് ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കാം, ഓർഗനൈസിങ് മാനേജിങ് അഫയേഴ്സ് ഇതൊക്കെ എന്ത് ഉപകരിക്കും? നമ്മുടെ സ്റ്റഡീസ് ഉപകരിക്കും. അത് പറയുന്നത് നമ്മുടെ ബേക്കിന് പറയുന്നത്. ദെൻ ഫോർ എക്സ്പോർട്ട് ആൻഡ് എക്സിക്യൂട്ടീവ് പെർഹാപ്സ് ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മുന്നേ പറയാൻ സമയമില്ല നമുക്ക് കേട്ടോ. അടുത്ത പോയിൻ്റാണ് ടു സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ് ഇസ് സ്ലോത്ത്. വാട്ട് സ്ലോത്ത് എന്താണ്? വാട്ട് ഇസ് സ്ലോത്ത്? ലേസിനെസ് ആണല്ലേ? ഒരുപാട് സമയം പഠിക്കുന്നത്. ഒരുപാട് സമയം പഠിക്കുന്നതല്ല നല്ലതല്ലെന്ന് പറയുന്നത് ആര്? നമ്മുടെ ബേക്കൻ പറയും. ഒരുപാട് സമയം നമ്മൾ പഠിത്തത്തിനോട് യൂസ് ചെയ്യുന്നത് അത് നല്ല കാര്യമില്ലെന്ന് പറയേണ്ട ആര്? നമ്മുടെ ബേക്കൺ. ദെൻ ടു യൂസ് ദം ടു മച്ച് ഫോർ ഓർണമെൻറ്റ് ഈസ് അഫക്റ്റേഷൻ. അതായത് നമ്മൾ ഒരുപാട് അതായത് ഓർണമെൻറ്റിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് നോളജ് ഉണ്ട്, അത് നമ്മൾ വെറുതെ കാര്യമില്ലാണ്ട് നമ്മൾ സൊറ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടല്ല. ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് തിങ്. ഇറ്റ്സ് എൻ അഫക്റ്റേഷൻ. കുറച്ച് അഫക്റ്റേഷൻ എന്താണ്? It means it appears insincere or pretentious. Then to make the judgment wholly by the rules, it's a humor of a scholar. അതായത് ഒരാൾ തൻ്റെ പഠിച്ച സംഭവങ്ങൾ മാത്രമേ ഇയാൾ പ്രവർത്തിക്കുകയുള്ളൂ. അതായത് താൻ താൻ സ്കൂളിൽ പഠിച്ചാൽ, താൻ കോളേജിൽ പഠിച്ചാൽ എന്താ അത് മാത്രമേ ഇയാൾ എന്ത് ചെയ്യുള്ളൂ? പ്രവർത്തിക്കുള്ളൂ. ഹി കാൺ ഡു എനിത്തിങ് മോർ. അയാൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഇയാൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? Scholar. Okay. Then for natural abilities are like natural plants, they need what? Pruning അല്ലേ? അതെന്ത് പറയണ്ടേ? നാച്ചുറൽ എബിലിറ്റീസ് എന്ത് മാതിരിയാണ്? നാച്ചുറൽ പ്ലാന്റ്സ് പോലെയാണ്. ദേ നീഡ് പ്രൂണിങ്. വി ഹാവ് ടു പ്രൂൺ ദ നാച്ചുറൽ നമുക്ക് കുറച്ച് എബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? ആ നാച്ചുറൽ എബിലിറ്റീസ് നമ്മൾ പ്രൂൺ ചെയ്യണം. നമ്മൾ ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? അത് നമുക്ക് ഉപകരിക്കുള്ളൂ എന്ന് പറയണ്ടേ? നമ്മുടെ ബേക്കൻ പറയുന്നുണ്ട്. ദെൻ ക്രാഫ്റ്റി മാൻ. അടുത്ത പോയിന്റ് ക്രാഫ്റ്റി മാൻ കണ്ടം സ്റ്റഡി. വാട്ട്സ് കണ്ടം സ്റ്റഡീസ്? വാട്ട്സ് കണ്ടം എന്താ? വാട്ട്സ് കണ്ടം? ദേ വിൽ ഡിസ്മിസ്, ലൈക്ക് അവരെന്ത് ചെയ്യും? ഡിസ്മിസ് ചെയ്യും. ദേ ഡോണ്ട് നീഡ് സ്റ്റഡീസ്. ആൻഡ് സിമ്പിൾ മാൻ അഡ്മയർ. വാട്ട് ഇസ് സിമ്പിൾ മാൻ അഡ്മയർ ദം? എന്താണോ സിമ്പിൾ മാൻ അഡ്മയർ? വാട്ട് ഇസ് സിമ്പിൾ മാൻ അഡ്മയർ ദം എന്നതാ? അതായത് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല ആൾക്കാർ എന്ത് ചെയ്യും? ഭയങ്കര അഡ്മയർ ചെയ്യും അല്ലേ? ദെൻ വൈസ് മെൻ യൂസ് ദം. വൈസ് ആൾ എന്ത് ചെയ്യും? ദേ യൂസ് സ്റ്റഡീസ്. ക്രാഫ്റ്റി മെൻ കണ്ടം ദം, സിമ്പിൾ മെൻ അഡ്മയർ ദം, വൈസ് മെൻ യൂസ് ദം. മറന്നു പോയതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറന്നു പോയതാണ് കേട്ടോ. ദെൻ read, not to contradict or not confute, not to believe and not for take granted, not to find, talk and discourse, but to weigh and consider. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല? we are read not to contradict or confute എന്ന് പറഞ്ഞതാ? what's the meaning of not? we don't try to read for arguing to something else. നമ്മൾ ഒരിക്കലും ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെയോ to blindly accept, നോട്ട് ടു ബിലീവ് ആൻഡ് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്. ഒരു കാര്യം കണ്ണടച്ച് വിശ്വസിക്കാനല്ല നമ്മൾ പഠിക്കുന്നത്. ടു ബ്ലൈൻഡ്ലി അക്സെപ്റ്റ്, ബിലീവ് ആൻഡ് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്. നമ്മൾ ഒരു സംഭവം പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിന് എന്താണോ വേണ്ടത് മാത്രം എടുക്കാൻ പാടുള്ളൂ. അതും കൂടി നമ്മൾ സ്റ്റഡീസിന് നമ്മൾ നേടണമെന്നാണ് പറയുന്നത് നമ്മുടെ ബേക്കൻ പറയുന്നത്. ദെൻ ഇൻസ്റ്റെഡ് വി ഷുഡ് റീഡ് തോട്ട്ഫുള്ളി ടു ഇവാലുവേറ്റ് ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ഐഡിയാസ്. നമ്മൾ എന്തായാലും പറയുന്നത് എന്തിനാണ്? നമ്മൾ വി ഹാവ് ടു ടേക്ക് എ ടെക്സ്റ്റ് വിത്ത് തോട്ട്ഫുള്ളി. നമ്മൾ നല്ല മനസ്സോട് നല്ലൊരു മൈൻഡോട് കൂടി എന്ത് ചെയ്യണം? ആ ടെക്സ്റ്റിനെ വായിച്ചാൽ വേണ്ട സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യണം? എടുക്കണം. അത് പറഞ്ഞ് നമ്മളെ ബേക്കൻ പറയുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഫേമസ് ലൈൻസ്. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അതേഴ്സ് ടു ബി സ്വാലോഡ് ആൻഡ് സം ഫ്യൂ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. നമുക്ക് അറിയുന്ന സാധനം ഒന്നും പറയുന്നില്ല. ദെൻ ദാറ്റ്സ് വൈ
Some books are to be read only in parts, then others to be read but not curiously, and some few to be read wholly and with diligence and attention. ഇത് പറയുന്നത് എന്താണ്? സം ബുക്സ് ആർ ടു ബെസ്റ്റ് റീഡ് ഇൻ സെക്ഷൻസ്. ഇപ്പോൾ സെക്ഷൻ പാർട്ട് വായിക്കാൻ കുറച്ച് നല്ലത്. സം ബുക്സ് ആർ ടു ബി റീഡ് ഓൺലി ഫോർ ക്യാൻ ബി റീഡ് എൻറ്റയർലി ബട്ട് ഡോണ്ട് നീഡ് ഡീറ്റെയിൽസ് സ്ക്രൂട്ടിനി ഓർ ഡീപ്പ് അനാലിസിസ്. നമുക്ക് എന്താണ് അതിൻ്റെ നമ്മൾ ഡീറ്റെയിൽഡ് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വായിക്കുക, പ്ലഷറിന് വേണ്ടി മാത്രം വായിക്കുക. ബട്ട് സം അതർ ബുക്സ് ആൻഡ് സം ഫ്യൂ ടു ബി റീഡ് ഹോളി ആൻഡ് വിത്ത് റിലിജൻസ് ആൻഡ് അറ്റൻഷൻ. ചില ബുക്ക് എന്ത് ചെയ്യണം? നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് പോകണം. എന്നാലും നമുക്ക് എന്തിട്ടുള്ളൂ? ആ ഒരു സംഭവം കിട്ടുള്ളൂ. ദാറ്റ്സ് വൈ ഹി സേസ് വാട്ട് some books are to be tasted. What is tasted? We can read by part. Some others to be swallowed. We have to read entirely. Last one, and some few to be chewed and digested. Then അടുത്തത് പിന്നെ പറഞ്ഞത് else distilled books are like common distilled waters, flashy things. What is distilled waters? What is distilled books? What's the meaning? He says that summaries or distilled version of more valuable books. നല്ല വാല്യുബിൾ കുറേ ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ആ സമയത്ത്. സോ വി റെഡ് സമ്മറീസ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും സമ്മറി വായിച്ച് എക്സാം എഴുതാൻ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സാമുകൾക്ക് നമ്മൾ ആ ബുക്ക് ഡീറ്റെയിൽഡ് വായിക്കണം. സോ ഹി സേസ് ദാറ്റ് ഡിസ്റ്റിൽഡ് ബുക്സ് ആർ ലൈക്ക് ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ്. ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ് എന്താ? ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ, ഇറ്റ്സ് നോട്ട് വാട്ട് വിസിബിൾ. ബ്ലെൻഡ് എന്താണ്? ഒരു ഇതുണ്ടാവും അതിൽ. ക്ലിയർ ആയിരിക്കും ഒരിക്കലും ആ സാധനം കാണുമ്പോൾ കേട്ടോ. Because this is that important books lose their richness when reduced to simple summaries. ഇമ്പോർട്ടൻ്റ് നമ്മൾ ഡീറ്റെയിൽഡ് വായിക്കുന്ന ബുക്കുകൾ ഒരിക്കലും സമ്മറി ആയിട്ട് വായിക്കാൻ പാടില്ലാണ് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെക്കാൻ മറന്നു പോകണ്ട. ദെൻ റീഡിങ് മേക്ക് ഫുൾ മാൻ, കോൺഫിഡൻസ് റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് എൻ എക്സാക്ട് മാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. റീഡിങ് മേക്ക് എ ഫുൾ മാൻ, കോൺഫിഡൻസ് എ റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് എൻ എക്സാക്ട് മാൻ. ആൻഡ് ദെർഫോർ ഇഫ് എ മാൻ റൈറ്റ് ലിറ്റിൽ ഹി നീഡ് ഹാവ് എ ഗ്രേറ്റ് മെമ്മറി. ഒരു മനുഷ്യൻ കുറച്ച് എഴുതുന്നുള്ളെങ്കിൽ ഒരു മനുഷ്യൻ കുറച്ച് എഴുതുന്നുള്ളെങ്കിൽ വി ക്യാൻ റിയലൈസ് ദാറ്റ് ഹി ഹാവ്സ് എ ഗ്രേറ്റ് മെമ്മറി. വൈ ഹി റൈറ്റ് ലിറ്റിൽ? നമ്മളെല്ലാം എഴുതി വെക്കുന്നത് എന്തിനാ? നമ്മളെല്ലാം എഴുതി വെക്കുന്നത് നമ്മൾ മറക്കാതിരിക്കുക അല്ലേ? സോ ഒരാൾക്ക് നല്ല മെമ്മറി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം കൂടി എഴുതി വെക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ്സ് വൈ ഹി സേസ് ദാറ്റ് if a man write little, he had a need have a great memory. If he confer little, he had need have a present wit. What is conference? ഡിസ്കഷൻസിൽ വല്ലാണ്ട് ഏർപ്പെടുന്നില്ലെങ്കിൽ he had need have a present wit. എന്തുണ്ട്? ഒരു നല്ലൊരു ഇൻ്റലക്ച്വൽ മനുഷ്യനാര് ആളെന്നാണ് പറയുന്നത്, നമ്മൾ വേഗം പറയുന്നത്. ആൻഡ് if he read little, he had need have much cunning to know that he doth not. Then next one, history makes men wise, poets witty, the mathematics subtle. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ആ ലൈനിൽ നിന്ന് ഓർത്ത് വെക്കണം. കാരണം നമുക്ക് ആ ലൈൻസിനൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ലൈൻസ് അതേപോലെ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും, പറയാൻ പറ്റില്ല. റീഡിങ് ഹിസ്റ്ററി മേക്സ് ഡെവലപ്പ് വിസ്ഡം, പോയട്രി ഷാർപ്പൻസ് വിറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ആൻഡ് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് സബ്റ്റിൽ പ്രിസൈസ് തിങ്കിങ്. ദ നാച്ചുറൽ ഫിലോസഫി ഡീപ്പ്, മോറൽ ഫിലോസഫി ഗ്രേവ്, logic and rhetoric able to content. Okay, then he says another a Latin phrase ആണ്. ഇതിൽ ആ രണ്ട് ലാറ്റിൻ ഫ്രേസാണ് പറയുന്നത്. ഒരെണ്ണം ഇതും ഒരെണ്ണം ലാസ്റ്റ് വേറെ സാധനമുണ്ട്. what is Latin phrase? Abiun studia in mores. Studies pass into the influence and manners. And he has given the English title also as a bracket എന്ത് കൊടുത്തിട്ടുണ്ട്? ഇതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും അയാളെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മറന്നു പോകണ്ട. Our studies shape our characters and behavior, meaning what we learn influence who are become. നമ്മൾ പറഞ്ഞത് വെച്ചാൽ നമ്മൾ എന്ത് പഠിക്കുന്നു അതാണ് നമ്മുടെ ബിഹേവിയറിനെ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബേക്കം പറഞ്ഞു കേട്ടോ. വാട്ട് വി ലേൺ ഇൻ അവർ ലെസൺ, വാട്ട് വി ലേൺ ഇൻ അവർ ലൈഫ്, ദാറ്റ് ഷേപ്സ് അവർ ബിഹേവിയർ. ദെൻ പിന്നെ പറഞ്ഞാൽ ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെക്കണേ. ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ ദ സ്റ്റോൺ ആൻഡ് ബ്രെയിൻസ്. ബൗളിംഗ് എന്തിനുള്ളതാണ്? നമ്മുടെ കിഡ്നിക്കും ഇതിനൊക്കെയുള്ള നല്ലതാണ്. ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ സ്റ്റോൺ ആൻഡ് ബ്രെയിൻസ്. ദെൻ ഷൂട്ടിംഗ് ഫോർ ദ ലങ്സ് ആൻഡ് ബ്രസ്റ്റ്. ജെൻറ്റിൽ വാക്കിംഗ് ഫോർ ദ സ്റ്റൊമക്ക് അല്ലേ? പതുക്കെ നടത്തുന്നതിനാണ് സ്റ്റൊമക്ക് നല്ലതെന്ന് പറയുന്നുണ്ട്. റൈഡിങ് ഫോർ ദ ഹെഡ്. റൈഡിങ് ഹോഴ്സ് റൈഡിങ് പറയുന്നുണ്ട്. ഹോഴ്സ് റൈഡിങ് ഈസ് ബെറ്റർ ഫോർ ദി ഹെഡ് ആൻഡ് ദ ലൈക്ക്. ഓക്കെ, സോ ഇഫ് എ മാൻസ് വിറ്റ് ബി വാണ്ടറിങ്, ഒരു മനുഷ്യൻ്റെ മൈൻഡ് അല്ലെങ്കിൽ ഒരു ചിന്തകൾ നല്ലോണം അവിടെയും ഇവിടെയും അറിഞ്ഞിട്ട് നടക്കുന്ന മനുഷ്യനാണെങ്കിൽ ലെറ്റ് ഹിം സ്റ്റഡി ദ മാത്തമാറ്റിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എ മാൻ വിറ്റ്സ് ബി വാണ്ടറിങ്, അതായത് ഒരു മനുഷ്യന്
ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ നീഡഡ് ടു സ്റ്റഡി വാട്ട് മാത്തമാറ്റിക്സ് പഠിക്കുന്ന ആൾ പറഞ്ഞത് നമ്മുടെ ബേക്കൺ പറയുന്നത്. ഫോർ ഇൻ ഡെമോൺസ്ട്രേഷൻസ് പിന്നെ അതിന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ മാത്തമാറ്റിക്സ് റിക്വയർസ് സ്ട്രിക്ട് ഫോക്കസ് ഈവൻ എ സ്ലൈറ്റ് ഡിസ്ട്രാക്ഷൻ ഫോഴ്സ് ഓൺ ടു സ്റ്റാർട്ട് ഓവർ ദിസ് ഡിസിപ്ലിൻ ട്രെയിൻസ് ദ മൈൻഡ് ടു സ്റ്റേ ഫോക്കസ്ഡ്. അതായത് ഒരു മനുഷ്യൻ്റെ വിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണെങ്കിൽ ഈ എൻഗേജ് ഇൻ എ മാത്തമാറ്റിക്കൽ പ്രോബ്ലം നമ്മൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഇങ്ങനെ ചെയ്ത് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണ്ടേ. സോ ദാറ്റ്സ് വൈ ഹി സേസ് ദാറ്റ് ഇഫ് എ മാൻസ് വിറ്റ് ബി വാണ്ടറിങ് ലെറ്റ് ഹിം സ്റ്റഡി മാത്തമാറ്റിക്സ്. ദെൻ ഇഫ് ഹിസ് വിറ്റ് be not apt to distinguish or find differences, let him study the schoolman. He says the school. What is schoolman? Schoolman മുട്ടിലല്ല പറഞ്ഞത്. What is schoolman? മെഡീവൽ സ്കോളേഴ്സ് ആണല്ലേ ആ സമയത്ത് സ്കോളേഴ്സിനെ പറ്റി പറഞ്ഞാണ് സ്കൂൾമെൻ എന്ന് പറഞ്ഞു. സ്കൂൾമെൻ എന്ന് പറഞ്ഞാൽ അയാൾ ആര് ഉദ്ദേശിച്ചത്, നമ്മുടെ ബേക്കൺ ഉദ്ദേശിച്ചത്. ഇഫ് സം വൺ സ്ട്രഗിൾസ് വിത്ത് അനലൈസിങ് ഫൈൻഡ് ഡിസ്റ്റിങ്ഷൻ ഓർ ഫൈൻഡ് സബ് ഡിഫറൻസസ് സ്റ്റഡിങ് റൈറ്റിംഗ് ഓഫ് ദി സ്കൂൾമെൻ. അല്ലേ, ഒരാൾക്കൊരു ഡിഫറൻസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു പ്രിസൈസ് തിങ്കിങ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ let him study or let him read the text written by schoolmen എന്ന് പറഞ്ഞു കേട്ടോ. Then if he not be apt to beat over matters and to call upon things to prove and illustrate another, let him study lawyers cases. ഒരാൾക്ക് എന്താ പറ്റില്ല, ഒരു വിഷയത്തിന് മുകളിൽ തർക്കിക്കാൻ അല്ലെങ്കിൽ ഒരു പറഞ്ഞു നിൽക്കാൻ കഴിയുന്നില്ല. സോ ലെറ്റ് ഹിം സ്റ്റഡി lawyers cases. എന്താ സിംനി സെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സിംനി സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിംനി സെക്ടേഴ്സ് സംഭവം വളരെ സിമ്പിളാണ്. സ്പ്ലിറ്റേഴ്സ് ഓഫ് ഹെയർസ്, നമ്മൾ തലനാര് ഡിഗ്രി പരിശോധിക്കാൻ പറയില്ലേ, അതാണ് സെമി സെക്ടേഴ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. അതായത് ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങനെ പരിശോധനകളായിരുന്നു ആര്, സ്കൂൾമെൻസ്. സോ ഇഫ് യു ലേൺ സ്കൂൾമെൻസ് യു വിൽ ഗെറ്റ് ദി ഡിഫറൻസിയേഷൻ പവർ എന്നാണ് പറയുന്നത് ആര്, നമ്മുടെ ബേക്കൺ. ദെൻ സോ എവരി ഡിഫക്റ്റ് ഓൺ ദി മൈൻഡ് മേ ഹാവ് എ സ്പെഷ്യൽ റെസിപ്റ്റ്. എന്തുണ്ട്, എല്ലാ സംഭവങ്ങൾക്കും ഒരു for every weakness of defect in the mind there is a specific remedy or ഒരു റെമഡി എന്തായാലും ഉണ്ടാവുന്നതാണ് പറഞ്ഞ് നമ്മുടെ ബേക്കൺ പറയുന്നത്. അപ്പോൾ എത്രയാണ് നമ്മുടെ ബേക്കണിൻ്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ടെക്സ്റ്റ്. നമ്മൾ 15 മിനിറ്റ് എടുത്തിട്ടുള്ള ആകെ ഈ ടെക്സ്റ്റ് ഫുള്ളായിട്ട്. ഏത് ഗ്രീക്ക് ടേം? രണ്ടെണ്ണം, സെമിനി സെക്ടേഴ്സും സെമിനി സെക്ടേഴ്സ്. ഓക്കെ, 2 ഗ്രീക്ക് ടേം ആകെ ടെക്സ്റ്റിൽ വരുന്നത്, വേറെ ഒന്നും വരുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടെക്സ്റ്റിലേക്ക് പോവാണ്. വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നില്ലല്ലോ? ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ വെറും ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം MCQ മാത്രം ചെയ്തപ്പോൾ ആദ്യം വിചാരിച്ചു അതത്ര ഒരു നന്നായി എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഡീറ്റെയിൽഡ് വിചാരിച്ചത്. മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഒരു 3/4 മണിക്കൂർ തീർന്നിരുന്നു. പക്ഷേ 1 മണിക്കൂറിന് മാക്സിമം നമുക്ക് 4 ടെക്സ്റ്റും തീർക്കണം കേട്ടോ. അപ്പം ഒന്ന് സ്പീഡ് പോണേ, ഇത് ഡൗട്ട് അപ്പോൾ ചോദിച്ചു പോകും കേട്ടോ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. സോ ഹൂ റോട്ട്, ആരെഴുതി വർക്കാം? വെമ്പറി സമയമില്ല. ജോൺ അല്ലേ, ജോൺ ഇസ് എ മെറ്റാഫിസിക്കൽ പോയറ്റ്. സോ John Donne was born in 1571 or 1572, 1631, and he was died in 1632. Generally we are taking 1571 ആണ് അയാളുടെ നമ്മൾ ബർത്ത്ഡേ നമ്മൾ കോമൺ എടുക്കാറുള്ളത്. ഇംഗ്ലീഷ് പോയറ്റ്, സ്കോളർ, സോൾജിയർ, ലേറ്റർ ബിക്കം ക്ലർക്ക് ഇൻ ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ഇമ്പോർട്ടൻ്റ് എല്ലാവർക്കും കൂടി ജസ്റ്റ് നോക്കിയാൽ കേട്ടോ. ആൻഡ് ഹി വാസ് എ മെമ്പർ ഫ്രം വെയർ റോമൻ കാത്തലിക് ഫാമിലി ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ബൈ ബർത്ത് ഹി വാസ് എ മെമ്പർ ഇൻ റോമൻ കാത്തലിക് ഫാമിലി. Then his Catholic faith became a block to his studies in because at that time Protestantism is still there. So when he wanted to take something or ഒരു കോളേജ് ഡിഗ്രി എടുക്കുന്ന സമയങ്ങളിൽ he wanted to take oath of supremacy. It's a part of Protestantism. അതായത് oath of supremacy ഒരു ഓത്ത് എടുക്കുകയാണ് നമ്മൾ. ആ ഓത്ത് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഒരു ഡിഗ്രി എന്തെങ്കിലും കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. So he refused to take oath of supremacy and he didn't get any degree from any colleges. Then ഒന്നും പറയണ്ടല്ലോ, എന്നൊക്കെ മുന്നേ പറഞ്ഞു പോയതായിരുന്നു, ഇനി പറയണ്ടെന്ന് വിചാരിക്കുന്നു. അയാൾ ആൾ ആദ്യത്തെ റോമൻ കത്തോലിക്സിൽ നിന്നും പ്രൊട്ടസ്റ്റാന്റിസിലേക്കുള്ളൊരു ഷിഫ്റ്റ് കണക്കി പറഞ്ഞു പോകുന്നത്. ദെൻ ഫാമിലി ഏർലി ലോസ്. ഡോൺസ് ഫാദർ ഡൈറ്റ് ഇൻ 1576. ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു പോകേണ്ടത് മാരിഡ് ആൻമോർ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഡൺ ഫെൽ ഇൻ ലവ് വിത്ത് ആൻമോർ ദ നീസ് ഓഫ് ഹിസ് എംപ്ലോയേഴ്സ് തോമസ് ഇഗേർട്ടൺ. ഇമ്പോർട്ടൻ്റ് ആണ്. തോമസ് ഇഗേർട്ടൺ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻമോർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ
he was fell in love with Anne Moore in which year? 1601 അവർ ലവിലാവുന്നു ആൻഡ് they married at the same year. Okay. They secretly married 1601 against the wishes of both Egerton and Anne's father, George Moore, who was lieutenant of the Tower. പിന്നെ അവരുടെ മാരേജുമായി ബന്ധപ്പെട്ട് ഇയാൾ ജയിലിലൊക്കെ ആവുന്നുണ്ട്. Then he wrote a letter to whom? Andon, like what? Andon. What's the next word? Next word എന്തായിരുന്നു? ജോൺഡൺ ആൻഡൻ അണ്ടൻ. ഓക്കെ, മറന്നു പോകണ്ട കേട്ടോ. ജോൺഡൺ ആൻഡൻ അണ്ടൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വണ് പിന്നെ പറയുന്നത് എന്താണ്? in a letter to his wife about his career loss, Don signed Johnton and Undon. So after release അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഡെത്ത് ടു ആൻമോറും വായിച്ച മനസ്സിലാക്കാൻ കേസുകളേ ഉള്ളൂ. പിന്നെ അതിലിപ്പോൾ ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി കാത്തലിക് റൈറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. സോ ഹി വാസ് അഗെയിൻസ്റ്റ് ദ കത്തോലിസം. സോ ഹി റോട്ട് 2 things. സ്യൂഡോ മാർട്ടിയർ ആൻഡ് ഇഗ്നേഷ്യസ് കോൺക്ലേവ് ആണ് 2 വാട്ട് ആൻറ്റി കത്തോലിക് പോളമിക്സ് ആണ് കേട്ടോ, മറന്നു പോകണ്ട. ദെൻ ഹോളി സോണറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈറ്റിൽ ആൻഡ് ആൾട്ടർനേറ്റ് നെയിംസ് നോൺ ആസ് ഹോളി സോണറ്റ്സ് ഓർ ഡിവൈൻ മെഡിറ്റേഷൻസ് ഓർ ലാ കൊറോണ. ഈ 3 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഹോളി സോണറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ജോൺഡൺ കേട്ടോ, മറന്നു പോരുത്. ആ ഹോളി സോണറ്റിൻ്റെ 3 നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഒന്നൊക്കെയാണ് നോൺ ആസ് ഹോളി സോണറ്റ്സ് ഓർ ഡിവൈൻ മെഡിറ്റേഷൻസ് ഓർ ലാ കൊറോണ ഇസ് ലൈക്ക് ഇൻ ലാറ്റിൻ. ഓക്കെ. ദെൻ കോമ്പോസിഷൻ പീരീഡ് റിട്ടൺ ബിറ്റ്വീൻ 1609 to 1611 വരുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? അതിന് ഒരു സോൺ സീക്വൻസ് ആണത്. സോ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഷേക്സ്പിയൻ സോണറ്റ് ആൻഡ് ഇറ്റാലിയൻ സോണറ്റ്. ഓക്കെ. ഷേക്സ്പിയൻ സോണറ്റും പെട്രാക്കൻ സോണറ്റ് അല്ലെങ്കിൽ ഇറ്റാലിയൻ സോണറ്റും കൂടി മിക്സ് ചെയ്തൊരു സോൺ സീക്വൻസ് എന്ത് ആ സോണറ്റ് ഹോളി സോണറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കേട്ടോ. Then famous sonnet we know that death be not proud, death be not proud, batter my heart, 3 persons God, all are around earth's imagined corners. പിന്നെ first published posthumously in 1633 by John Jr. John Jr. was the son of John Donne and he published the Holy Sonnet in 1633. Then comments just നോക്കി പോകാം. ജോൺ ബ്രൈഡൻ പറഞ്ഞിട്ടുണ്ട് what John Dryden said about Donne, he affects metaphysics എന്ന് പറഞ്ഞിട്ടുണ്ട്. Then Ben Jonson പറഞ്ഞിട്ടുണ്ടായിരുന്നു criticized Donne for his irregular meter, deserved hanging for not keeping the accent. അത് പറഞ്ഞാണ് ബെൻ ജോൺസൺ പറഞ്ഞ കേട്ടോ. ഇങ്ങനെയുള്ള ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻസിലൊക്കെ ഓർത്ത് വെക്കണം, മറന്നു പോകണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻസിൽ മൊത്തം നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് ചെയ്തിട്ട് വെക്കണം. മറന്നു ഒക്കെ കിടക്കുന്ന റിവൈസിങ് സാധനങ്ങളൊക്കെ കേട്ടോ. ഇതും റിവൈസിന് മറന്നു പോകുന്ന സാധനങ്ങളും കൂടെയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓർത്ത് എടുക്കണം, മറന്നു പോകരുത്. ലേസ്മിയെ വിളിച്ചത് എന്തായിരുന്നു? മൊണാർക്ക് ഓഫ് ഇറ്റ് എന്നാണ് ലേസ്മിയെ വിളിച്ചിട്ടുള്ളത്. ആൻഡ് തോമസ് കാരി എന്ന് പറഞ്ഞ റൈറ്റർ അയാളൊരു എലജിയോ എന്ന് തോന്നുന്നു, എലജിയിലും മൊണാർക്ക് ഓഫ് ഇറ്റ് വിളിച്ചിട്ടുണ്ട്. ബട്ട് വി ജനറലി വി ടേക്ക് ദിസ് ആസ് എ പോയിന്റ്. ഓക്കെ. മൊണാർക്ക് ഓഫ് ഇറ്റ് വിളിച്ചായിരുന്നു ലേസ്മിയാണ് ആര് വിളിച്ചത്? നമ്മുടെ ജോൺ ഡോണിനെ മൊണാർക്ക് ഓഫ് ഇറ്റ് എന്ന് വിളിച്ചത്. ദെൻ ടി എസ് എലിയറ്റ് വിളിച്ചെന്തായിരുന്നു? അഡ്മയർസ് ഡോൺസ് യൂണിഫൈഡ് സെൻസിബിലിറ്റി ആണ് എന്ത് അഡ്മയർ ചെയ്തത് ആര്? ടി എസ് എലിയറ്റ്. ഹെലൻ ഗാർട്ട്നർ എന്തായിരുന്നു? അതൊരു ഇമ്പോർട്ടൻ്റ് അല്ല. ബാക്കിയുള്ളതൊന്നും ഇത്ര നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകാൻ ആവശ്യമുള്ളൂ. പിന്നെ മെറ്റാഫിസിക്കൽ പോയിട്ട് we know that refers to style of poetry that emerged in the ഹെലൻ ഗാർട്ട്നർ, ഐസക് വാട്ട്നർ മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല. അവരൊക്കെ ജസ്റ്റ് അതിനൊരു സ്റ്റൈലിനെ പ്രൈസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇന്ന് കമൻറ്റ് നമ്മൾ ഒരാളെ കുറിച്ച് നമ്മൾ കമൻറ്റ് പറയുമ്പോൾ എന്ത് എങ്ങനെ ലൂയിസ്, ജോൺ കാരി, ആൻഡ്രൂ മാർവൽ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതെന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ലൈക്ക് മൊണാർക്ക് ഓഫ് ഇറ്റ്, ആ യൂണിഫൈഡ് സെൻസിബിലിറ്റി, അതിന് ഒരു സ്റ്റൈലിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തൊക്കെ ഒരു നമുക്കൊരു പ്രിസൈസ് സംഭവം ഉണ്ടല്ലോ, ഒരു പ്രിസൈസ് സംഭവം പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു കറക്റ്റ് വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അത് മാത്രം നോക്കിയാൽ വേറെ അതിന് അപ്പുറത്ത് വേറെ നോക്കണ്ട. കാരണം ഈ കമൻസൊക്കെ വളരെ റയറായിട്ട് ചെയ്യുന്ന സംഭവമാണെന്നാലും നമ്മൾ ജസ്റ്റ് നോക്കി പോകുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കാതെ പോയി ഒരു മാർക്ക് നഷ്ടപ്പെടാൻ ആ ഒരു മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് നോക്കി പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. കമൻസുകളൊക്കെ ഞാൻ താഴെ ജസ്റ്റ് നോക്കി പോയിക്കൂടെ തന്നതാണ്, അല്ലാണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ. സോ മെറ്റാഫിസിക്കൽ പോയിട്ട് വി നോ ദാറ്റ് കോയിൻ ബൈ സാമുവൽ ജോൺസൺ. മെറ്റാഫിസിക്കൽ ടേം കോയിൻ ആരായിരുന്നു? സാമുവൽ ജോൺസൺ ആണ്. മറന്നു പോകേണ്ട. എപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. ബെൻ ജോൺസണും സാമുവൽ ജോൺസണും രണ്ടാൾക്കാരാണ് കേട്ടോ.
Then Johnson uses this term in his Lives of the Poets, specifically Life of Cowley. ഈ ലൈവ്സ് ഓഫ് ദി പോയിറ്റ്സ് എന്ന് പറയുന്നത് ജോൺസന്റെ വർക്കാണ് ഫ്രം ചോസർ ടു ഹിസ് കണ്ടംപററി റൈറ്റേഴ്സ് അല്ലേ. 52 പോയറ്റുകളുടെ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ് എന്ത് ലൈവ്സ് ഓഫ് ദി പോയിറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ സാമുവൽ ജോൺസന്റെ വർക്ക്. അതിൽ തന്നെ എബ്രഹാം കൗളി ഒരു സെഷൻ വരുന്നത്. ആ സെഷനിൽ എന്ത് പറയുന്നത് ഈ ഒരു ടേമിനെ കുറിച്ച് എന്തെന്ന് ഇയാൾ പറയുന്നത്. എബ്രഹാം കൗളി, വെരി ഗുഡ്. ജോൺസനെ കുറിച്ച് പറയുന്ന ഒരു സെഷനാണ് കേട്ടോ, ലൈഫ് ഓഫ് കൗളി. ദെൻ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് യൂസ് ഓഫ് കൺസീറ്റ് എന്താ എക്സ്റ്റെൻഡഡ് യൂസ് ഓഫ് മെറ്റഫർ ആണ്. എക്സ്റ്റെൻഡ് യൂസ് ഓഫ് മെറ്റഫറിൻ്റെ അങ്ങേയറ്റുള്ള ഉപയോഗത്തിൽ വിളിക്കുന്ന പേര് നമ്മൾ കൺസീറ്റ് എന്ന് വിളിക്കുക. ദെൻ ഹി അഫക്ട്സ് മെറ്റാഫിസിക്സ്. ആ ഒരു ഇത് ഓർത്ത് വെക്കണേ, ഡ്രൈഡൻ പറഞ്ഞൊരു ഒരു സംഭവമാണത്. The term metaphysical first used in the connection with the poet of John Donne by John Dryden in his discourse concerning the original and progress of satire എന്ന് പറയുന്ന ആ ടെക്സ്റ്റിലാണ് ഇയാൾ ഈ മെറ്റാഫിസിക്സ് എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾ. കോയിൻ ചെയ്തായിരുന്നു. ഹു കോയിൻ ദ ടേം? ഹു കോയിൻഡ്? സാമുവൽ ജോൺസൺ. ഹു യൂസ് ദ ഫസ്റ്റ് മെറ്റാഫിസിക്സ് ഫസ്റ്റ് ടൈം? ജോൺ ഡ്രൈഡൻ ആണ് കേട്ടോ. ജോൺ ഡ്രൈഡൻ പറഞ്ഞെങ്ങനെയായിരുന്നു, he affects metaphysics not only in satires but in amorous verses where nature only should reign. ഇത് ജോൺ ഡണ്ണിനെ കുറിച്ച് ഡ്രൈഡൻ പറഞ്ഞൊരു വാക്കാണ്. ഇൻ ഹിസ് വർക്ക്സ് എ ഡിസ്കോഴ്സ് കൺസേണിങ് ദ ഒറിജിനൽ ആൻഡ് പ്രോഗ്രസ് ഓഫ് സറ്റയർ എന്ന് പറയുന്ന വർക്കിലാണ് പറഞ്ഞത്. പിന്നെ പറയുന്നത് ജോൺസൺ ഡിസ്ക്രൈബ്ഡ് ഡോൺ ആസ് എ ലീഡർ ഓഫ് മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയട്രി. ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോക്കി വെക്കാത്രേ ഉള്ളൂ. എ മാൻ ഓഫ് വെരി എക്സ്റ്റെൻസീവ് ആൻഡ് വേരിയസ് നോളജും പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ജോൺസണാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കോളി കോൺഗ്രസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞ സമയം കളയുന്നില്ല. മേജർ വർക്ക്സ് ദ ഫ്ലീ ആണ്. ഫ്ലീ, പരീക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്, ഗുഡ് മോറോ, സൺറൈസിങ്, ഡെത്ത് ബി നോട്ട് പ്രൗഡ്, കാനണൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാനണൈസേഷൻ ദെൻ 1633 വരുന്ന വർക്കാണ്. ദെൻ റെലിക്ക്. ദെൻ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മളെ വർക്ക് ഏതാണ്? എ വയലേഷൻ ഫോർബിഡിങ് മോർണിംഗ് ആണ്. ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ വിച്ച് ഇയർ? 1633 ഈ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അത് മറന്നു പോയതാണ് കേട്ടോ. പിന്നെ പ്രോസ് കൊടുത്തിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കാൻ പറയുന്നില്ല. പിന്നെ സോങ്സ് ആൻഡ് സോണറ്റ്സ് നമ്മൾ പറഞ്ഞു. കളക്ഷൻ കണ്ടെയ്ൻസ് ഓഫ് മെനി ഓഫ് ഡോൺസ് ബെസ്റ്റ് നോൺ ലവ് പോയംസ് ഇൻക്ലൂഡിങ് ദ ഫ്ലീ, ദ ഗുഡ് മോറോ ആൻഡ് സൺറൈസിങ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി ബൈ ഹിസ് ഫ്രണ്ട് ആൻഡ് ഫെലോ പോയറ്റ് സർ ഹെൻറി വോട്ടോൺ. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ കളക്ഷൻ പബ്ലിഷ് ചെയ്ത ആരാണ്? ഹു പബ്ലിഷ്ഡ് സോങ്സ് ആൻഡ് സോണറ്റ്സ്? ഹെൻറി വോട്ടൺ ആണ്. ഇയാളുടെ ഫ്രണ്ട് ആയിരുന്നു കേട്ടോ, മറന്നു പോകണ്ട. ഇതൊക്കെ വിക്കിപീഡിയയിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻസ് ആണ്, റിലയബിൾ ആണ്, ഒരു മാറ്റമില്ല ഇൻഫർമേഷൻസിനൊന്നും. ഓക്കെ, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒന്നും റിലയബിളായ സോഴ്സിന് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ്. ഇൻഫർമേഷൻ വേറെ കിട്ടില്ല. പിന്നെ ഹോളി നമ്മൾ ഓടി പഠിച്ചു. ഇറ്റ് വാസ് കംസ് ഇൻ 16 not 9. ദെൻ സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അവർ ടെക്സ്റ്റ് വയലേഷൻ ഫോർബിഡിങ് മോർണിംഗ്. സോ ഇറ്റ് വാസ് പബ്ലിക്കേഷൻ ഇയർ കൊടുത്തുള്ള 1630 പബ്ലിക്കേഷൻ ഇയർ. കളക്ഷൻ ഏതാണ്? സോങ്സ് ആൻഡ് സോണറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ടെക്സ്റ്റിന് വെച്ച് നോക്കി പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് കളിക്കണം കേട്ടോ. കളക്ഷന്, പബ്ലിക്കേഷൻ ഇയർ, അതിന് വേറെ പേരുകൾ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കണം. അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്തു, ഇതൊക്കെ നമ്മൾ നോക്കി പോകുന്ന കാര്യമാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മറന്നു പോകണ്ട. പോയറ്റ് ജോൺ ഡൺ കോണ്ടെക്സ്റ്റ് വാലേഷൻ വാസ് റിട്ടൺ ടു ആൻ മോർ who was pregnant in 1611, 1612 as Donne prepared to travel to Europe with his patron Sir Robert Drury. So you got one more point. His patron name was Sir Robert. Robert Druryയുടെ കൂടെ ഫ്രാൻസിലേക്ക് ഒരു ടൂർ പോവാണ് ആര്? നമ്മുടെ ജോൺ ഡൺ. സോ ഹു ഈസ് അലോൺ ഇൻ ദ ഹോം? ആരാണ് വീട്ടിലപ്പോൾ ഒറ്റയ്ക്ക്? ആരാണ്? ആൻമോർ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ സോ ഹി റോട്ട് എ പോം അബൌട്ട് ദെയർ farewell. That's a poem, a variation forbidding morning. Okay, so structure നോക്കുന്നത്, the poem consists of 9 stanzas മൊത്തം. That consists of 9 total number of stanzas എത്രയാണ്? 9 stanzas, 36 lines. So rhyme scheme എന്തായിരുന്നു? ABAB, മറന്നു പോകണ്ട. ഇറ്റ് ഫോളോസ് ദ റൈംഡ് ക്വാർട്ടൈൻ സ്ട്രക്ചർ. ടെട്രാമീറ്റർ ആണ് കേട്ടോ, പെൻഡാമീറ്റർ ടെട്രാമീറ്റർ ആണ്. കുറച്ച് ക്വാർട്ടൈൻ, റൈംഡ് ക്വാർട്ടൈൻ റൈംഡ് ക്വാർട്ടൈൻ എന്താ? റൈംഡ് ക്വാർട്ടൈൻ 4 ലൈൻസിൽ റൈം ചെയ്യിക്കുന്ന ക്വാർട്ടർ ആണ് കേട്ടോ. റൈം ചെയ്യുന്ന ക്വാർട്ടർ. വാട്ട്സ് സെറ്റ് ഓഫ് 2 ലൈൻസ് വിളിക്കുന്ന പേരെന്താ? സെറ്റ് ഓഫ് 2 ലൈൻസ് കപ്ലെറ്റ്. 3 ലൈൻസ് ആണെങ്കിൽ ടേഴ്സെറ്റ്. 4 ലൈന് ക്വാർട്ടറൈൻ, 5 ലൈന് ക്വിൻറ്റൈൻ. ഓക്കെ, മറന്നു പോകണ്ട കേട്ടോ.
ദെൻ സ്റ്റാൻസ 1 പറഞ്ഞ ആസ് വിർച്വസ് മെൻ പാസ് അയാമിക് ടെട്രാമീറ്റർ അറിയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ടെട്രാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ലൈൻ, അതായത് പെൻഡ എന്ന് പറഞ്ഞാൽ എന്താ? പെൻഡാമീറ്റർ എന്ന് പറഞ്ഞാൽ 5 ഫൂട്ട് 10 സിലബിൾസ് ഉണ്ടാവും. ഓക്കെ, ഇത് എത്ര സിലബിൾ ഉണ്ടാവും? ടെട്രാ എന്ന് പറഞ്ഞാൽ എത്ര സിലബിൾ ഉണ്ടാവും? 8 സിലബിൾസ് ഉണ്ടാവും. മറ്റേ 10 സിലബിൾസ് 8 സിലബിൾസ് ഉണ്ടാവും. അപ്പോൾ 4 ഫൂട്ട് അതിലുണ്ടാവും കേട്ടോ. അതാണ് പെൻഡ ടെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെൻഡ എന്ന് പറഞ്ഞാൽ 5 ഫൂട്ട്, അതായത് 2 സിലബിളിൻ്റെ ഒരു ഫീറ്റിന് നമ്മൾ വിളിക്കും, നമ്മൾ ഫൂട്ട് വിളിക്കാം. ഓക്കെ, അങ്ങനത്തെ 5 ഫൂട്ട് ഉണ്ടാവും ഒരു ലൈനിൽ. ബട്ട് ഇൻ ദിസ് കേസ് ഓൺലി 4 ഫൂട്ടേ ഉണ്ടാവുള്ളൂ, 8 സിലബിളേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് അയാംബിക് ടെട്രാമീറ്റർ. വാട്ട് ഇസ് അയാംബിക്? എന്താ? അൺസ്ട്രെസ്ഡ് ഫോളോഡ് ബൈ സ്ട്രെസ്ഡ് സിലബിൾ. ആദ്യം എന്തായിരിക്കും? അൺസ്ട്രെസ്ഡ് സിലബിൾ ആയിരിക്കും അയാംബിക്. അയാംബിക് അയാംപ് ആ ഫസ്റ്റ് അയ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു അൺസ്ട്രെസ്ഡ് ആണ്, മുമ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്ഡ് ആണ്. അത് ഓർത്ത് വെച്ചാൽ കേട്ടോ. പിന്നെ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസാസ് ഇങ്ങനെ നോക്കി പോവാണ്. ഓരോ സ്റ്റാൻസ് നോക്കി പോകുന്ന സമയം നമുക്കില്ല. ഫസ്റ്റ് ഇയാൾ കമ്പയർ ചെയ്യുന്നതായിട്ട് വിർച്വസ് മാനുമായിട്ടാണ് ഫസ്റ്റ് കമ്പാരിസൺ വരുന്നത്. ഇൻ ദ ഫസ്റ്റ് ലൈൻ ആസ് വിർച്വസ് മാൻ പാസ് മൈറ്റ്ലി അവേ and whisper to their souls to go, while some of their sad friends do say the breath goes now and some say no. ഡീറ്റെയിൽ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്ന പോർഷൻസ് അല്ലേ. നമുക്ക് ടൈം ഒരുപാട് പിന്നെയും ലാഗ് അടിച്ച് പോവും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടാവും. ഞാൻ ഡീറ്റെയിൽ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അവിടെ ജസ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. കാരണം നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു പോകുന്ന സമയം നമുക്കില്ല. ജസ്റ്റ് ഇത് മാത്രം പറഞ്ഞു പോകട്ടോ. ആണ്, ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എപ്പോൾ വരാവേ.
ഹലോ, ആർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടാ? ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാൻ ചെറിയൊരു ഞാൻ വർക്കിലാണ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിന്. ഒറ്റ മിനിറ്റ്. ഓക്കെ ഓക്കെ. ഓക്കെ. ഒരു ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, വൈഫിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ചേർത്താണ് കേട്ടോ, സോറി. സോ സ്റ്റാൻസ 1 ഇനി എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഡീറ്റെയിൽ എടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോയാൽ പോരെ. ആ കോമ്പസും സംബന്ധം ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകാം കേട്ടോ. സ്റ്റാൻസ 2 നോക്കുക. സോ ലെറ്റ് us melt and make no noise, no tear floods, no side tempest move. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, നമ്മൾ സൈഡ് ടെമ്പസ്റ്റുകളോ, അതായത് നിൻ്റെ എന്താണ് നമ്മുടെ സൈന്ന് എന്ന് പറഞ്ഞതാണ് നമ്മളൊരു ഇതുണ്ടാവുമല്ലോ, അതൊക്കെ നിശ്വാസം കൊണ്ട് നീ എന്ത് ചെയ്യേണ്ട, ടെമ്പസ്റ്റ് ഒരു കൊടുങ്കാൽ സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർ ടിയർ ഫ്ലഡ്സ്, നീൻ്റെ കണ്ണീര് കൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഫ്ലഡൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോൺടൺ ടു ഹൂം ആൻമൂർ പറയാണ്. വൈ? ബിക്കോസ് അവർ ലവ് ഈസ് earthly or spiritual. Which one? ഏത് ലവ് ആയിരുന്നു ഇവിടെ? സ്പിരിച്വൽ ലവ്. their love is not earthly. They are comparing their love to sublunarist lovers, അല്ലേ? So he comparing their love to whom? Sublunar. What sublunar? അതായത് ലൂണാർ താഴെ വാട്ട് ഇസ് ലൂണാർ? മൂന്ന് താഴെ ആളുണ്ട് earthly people. So they are comparing their love to whom? Sublunary love എന്ന് പറഞ്ഞു കേട്ടോ. To preparation of a joys to tell the latest of love. അതായത് to be preparation of our joys, he says it would be an insult of their secret love to display it openly in such a way. നമ്മൾ നമ്മുടെ ലവ് ഇങ്ങനെ എക്സ്പ്രസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറ്റ്സ് നോട്ട് എ ഗുഡ് വേ ടു എക്സ്പ്രസ് അവർ ലവ്. സോ ടു ടെൽ ദ ലേറ്റീവ് ഓഫ് അവർ ലവ്. പിന്നെ മൂവിങ് ഓഫ് ദർ ഇതൊന്നും പറഞ്ഞു പോകണല്ലോ, നമ്മൾ ലിറ്റററി വൈസും പറഞ്ഞു കറക്റ്റ് മനസ്സിലായ സാധനം പിന്നെ പറയേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ടൈം വളരെ കുറവേ ഉള്ളൂ കേട്ടോ ഓടിച്ച് പോകുന്നത്. മൂവിങ് ഓഫ് ദി എർത്ത് ബ്രിങ്സ് ഹാംസ് ആൻഡ് ഫിയേഴ്സ് വാട്ട് ഇറ്റ് ഓൺ ദ മീൻ ബട്ട് പ്രിപ്പറേഷൻ ഓഫ് ദിസ് വാട്ട് ഇസ് പ്രിപ്പറേഷൻ ഓഫ് ഫിയേഴ്സ്? വാട്ട് ഇസ് മീനിങ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിയേഴ്സ്? എന്താണ്? വാട്ട് ഇസ് സ്ഫിയർ ഇൻ ദ സെൻസ്? സ്ഫിയർ എന്താ? സെലസ്റ്റിയൽ ബോഡീസ്. പ്ലാനറ്റുകളുടെ മൂവ്മെന്റ് വിളിക്കുന്ന പേരുണ്ട് പ്രിപ്പറേഷൻ ഓഫ് സ്ഫിയേഴ്സ് കേട്ടോ. പിന്നെ ഡൾ സബ്ലൂണറി ലവേഴ്സ് ലവ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ഡൾ സബ്ലൂണറി ലവേഴ്സ് ലവ്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ഓർത്ത് വെക്കണം. വാട്ട്സ് ദ മീനിങ് ഡൾ സബ്ലൂണറി ലവേഴ്സ് ലവ്? വാട്ട്സ് ദ മീനിങ്? ഏർത്ത്ലി ലവിന് എന്താ പറയുന്നത്? സബ്ലൂണർ. സബ്ലൂണർ എന്ന് പറഞ്ഞാൽ ലൂണാറിന് താഴെയുള്ള ആളുടെ ലവ്. ആരുടെ ലവാണ്? ഏർത്ത്ലി ലവ്. സാധാരണ മനുഷ്യരുടെ ലവിന് ഇയാളെന്ത് പറയുന്നത്? കമ്പയർ ചെയ്യുന്നു കേട്ടോ. ഹി കോൺട്രാസ്റ്റ് ദെയർ ലവ് വിത്ത് സബ്ലൂണറി earthly love which depends on physical presence and passion. Then അടുത്തത് ബട്ട് വി ഫൈൻഡ് ഇതിൽ ഒരു സ്റ്റാൻസിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ആ കോമ്പസിൻ്റെ ഒരു ഇത് വരുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗോൾഡ് വരുന്ന ഈ സ്റ്റാൻസിലാ ഗോൾഡ്, അത് മറന്നു പോരുത്. 6 ഗോൾഡിൻ്റെ കമ്പാരിസൺ വരുന്നത്. സോ ഗോൾഡ് വരുന്നത് 6. സോ ഇറ്റ്സ് എക്സാമ്പിൾ ഓഫ് കൺസീറ്റ്. ലൈക്ക് ഗോൾഡ് ടു എയറി തിന്നസ് ബീറ്റ്. നമ്മളെ പ്രണയം എന്താണ്? ഗോൾഡ് പോലെയാണ്. സോ ഇറ്റ് ക്യാൻ എക്സ്പാൻഡ് അങ്ങനെ പറഞ്ഞത്. അതെന്താ? എത്ര നീട്ടി വലിച്ചുകൊണ്ട് പോവാം അല്ലേ? നെക്സ്റ്റ് വൺ പിന്നെ പറയുന്നത് സ്റ്റിഫ് ട്വിൻ കോമ്പസ് ആർ ടു. അതായത് നമുക്ക് എന്ത് നമ്മുടെ പ്രണയത്തെ എന്തിനോട് നമുക്ക് കമ്പയർ ചെയ്യാം? ഒരു കോമ്പസിനോട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, സോ വാട്ട് ഫിക്സ്ഡ് ഫുട്ട് ആരാ? ഹൂ ഇസ് എ ഫിക്സ്ഡ് ഫുട്ട്? ഒരു ഫുട്ട് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കുമല്ലോ. ആരാണ്? ആൻമോർ ആണ് അല്ലേ? ഹു ആർ ദ അതർ വൺ? മൂവിങ് ഫുട്ട് ആരാ? പോയറ്റ് ജോൺ അല്ലേ? സോ ഞാൻ എങ്ങനെ മൂവ് ചെയ്താലും എന്തേ പറ്റുള്ളൂ? സോ ദർ ഷുഡ് ബി എ ഫിക്സ്ഡ് ഫുട്ട്. സോ ഹൂ ഈസ് കൺട്രോളിങ് ദാറ്റ് മൂവിങ് ഫുട്ട്? ആരാ കൺട്രോൾ ചെയ്യുന്ന ഫുട്ട് ആരാ? ഹൂ ഈസ് കൺട്രോളിങ്? ആൻമോർ ആണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഹി സേസ് ലൈക്ക് ദാറ്റ്. ഭയങ്കര രസത്തിൽ പോയാണത്. നെക്സ്റ്റ് വൺ ആസ് സ്റ്റിഫ് ട്വിൻ കോമ്പസ് ആർ ടു. പിന്നെ പറയുന്നുണ്ട്. പിന്നെ അത്ര തന്നെ ഉള്ളൂ.
അപ്പോൾ ഇത് മതി വിചാരിക്കുന്നു. ഇനി വേറൊന്നും പറയാനില്ല. ഇത്ര പോരെ? അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. സ്ഫിയേഴ്സിന്റേതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏത്? ട്രിപ്ലേഷൻ ഓഫ് സ്ഫിയേഴ്സ്. സ്ഫിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ വരുന്നത്. ട്രിപ്ലേഷൻ സ്ഫിയേഴ്സോ? അതായത് പറയുന്നത് വെച്ചതാ ട്രിപ്പിഡേഷൻ ഓഫ് സ്ഫിയേഴ്സ് ആ 5th സ്റ്റാൻസിൽ വരുന്ന സാധനം. ട്രിപ്പിഡേഷൻ ഓഫ് സ്ഫിയേഴ്സ് തേർഡ് stanza. Okay. But trepidation of the spheres, here he contrasts their love with this quieter cosmic movement, the slow, almost undetectable trepidation or oscillation of celestial bodies. He compares their love to what? Trepidation of the spheres. അതായത് എങ്ങനെയാണോ ഗ്രഹങ്ങൾ മൂവ് ചെയ്യുന്നത്, he says that എങ്ങനെയാണോ പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത്. So it can't make any it didn't make any disturbance, it didn't make any what problems towards for other peoples, for other plants. It moves like a very very quiet way. So like we have to what give a farewell to our departure. So he says like that. എങ്ങനെയാണോ സ്ഫിയേഴ്സ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണോ റൗണ്ട് ചെയ്യുന്നത്, സോ ലൈക്ക് വൈസ് വി ഹാവ് ടു മൂവ് അവേ ഫ്രം ടു. ഓക്കെ, സോ ദാറ്റ്സ് മീനിങ് ഓഫ് ട്രിപ്ലേഷൻ ഓഫ് സ്ഫിയേഴ്സ്. സോ ഇത് ഫുള്ള് കമ്പാരിസണാണ് വരുന്നത്. ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, കോമ്പസുമായിട്ട് ഒരുപാട് കമ്പാരിസൺ വരുന്നുണ്ട് ഈ പോയത്തിൽ. ക്ലിയർ അല്ലേ ജംഷിക്ക്? ജംഷിയോ റംസിയാരാണത് ചോദിച്ചത്? ആരെ ചോദിച്ചാലോ? ജംഷിയാണോ റംസിയാണോ ചോദിച്ചത്? പിന്നെ അടുത്തത് സോണറ്റ് 121 ആണ്. നമ്മുടെ സമയം 1 മണിക്കൂർ കഴിയും തോന്നുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ജംഷീറിനോട് എപ്പോഴും പറയാറുണ്ട്, അവൾ ഞാൻ കാരണം അവൾക്ക് ടെറ്റ് കിട്ടി, ഞാൻ കാരണം അവൾക്ക് HSA ജോലി കൂടെ കിട്ടട്ടെ. ലംഷി എൻ്റെ ടെറ്റ് ബാച്ചിലെ കുട്ടിയാണ് കേട്ടോ ജംഷി. അടുത്തത് നമ്മുടെ വില്യം ഷേക്സ്പിയർ ആണ്. നല്ല മാർക്ക് ഉണ്ടാവട്ടെ, HSA നല്ല മാർക്ക് ഉണ്ടാവട്ടെ, ജോലി പെട്ടെന്ന് കിട്ടാനുള്ളൊരു ഇത് പഠിച്ചോൻ തരട്ടെ. ഓക്കെ, അപ്പോൾ ഷേക്സ്പിയേഴ്സിൻ്റെ ഏജ് പറഞ്ഞപ്പോൾ എലിസബത്തിന് ഏജിലാണ് ഷേക്സ്പിയർ ജനിച്ചത്. ആൻഡ് ഷേക്സ്പിയർ ലിവ് ഡ്യൂറിങ് ദ ഗ്രേറ്റ് പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി, ഓഫ് ട്യൂഡർ ക്വീൻ എലിസബത്തിൻ്റെ സമയത്തായിരുന്നു. ആൻഡ് ഓൾസോ ഫ്രം ജാക്കോബി പീരീഡിലും ആരുണ്ടായിരുന്നു, നമ്മുടെ ജെയിംസ് എലിസബത്ത് ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. ദെൻ പ്ലേഗ് ഇയേഴ്സിൽ എഴുതിയ കുറച്ച് ഷേക്സ്പിയേഴ്സ് നോൺ ഡ്രമാറ്റിക് പോയട്രി പറയുന്നത്, 2 നോൺ ഡ്രമാറ്റിക് പോയട്രി നമ്മുടെ ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത്. It was due to plague years. So we know that in England there was a time for great plague, bubonic plague പറഞ്ഞ ഒരു സമയമായിരുന്നു. So that time all theatres were closed. So he shifted his writing model into poetry. So he wrote 2 poetry, and that's were Venus and Adonis and Rape of the Lucrece. Then both dedicated to Earl of Southampton, probably seeking his patronage. Shakespeare the man. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലൊക്കെ ജസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നേ ഉള്ളൂ. ആൻഡ് ഹി വാ ഇൻ 1557 ജോൺ മാരിഡ് ആനി മരി ആർഡൻ, ദ ഡോക്ടർ ഓഫ് ഹിസ് ഫാദേഴ്സ് വെൽത്തി ലാൻഡ് ലോർഡ്. ദെൻ പിന്നെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വായിച്ചൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കേട്ടോ. പിന്നെ പറയുന്നില്ല. ഷേക്സ്പിയർ ഫസ്റ്റ് ബയോഗ്രഫർ തോമസ്, നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഫസ്റ്റ് ബയോഗ്രഫർ ആയിരുന്നു, ബാക്കി ഓർമ്മ ഉണ്ടാവും. ഹു വാസ് എ ബയോഗ്രഫർ ഓഫ് ഷേക്സ്പിയർ? നിക്കോളാസ് റോ. സോ ഷേക്സ്പിയർ ഫസ്റ്റ് ബൈബിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇറ്റ്സ് നോട്ട് ഓൺലി ഡെഫിനറ്റ്ലി വെൻ ഷേക്സ്പിയേഴ്സ് ബിഗിൻ റൈറ്റിംഗ് ദ കോണ്ടംപററി എവല്യൂഷൻസ് ആൻഡ് റെക്കോർഡ്സ്, അത് ഇമ്പോർട്ടൻസ് വായിച്ചൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഫേമസ് കമൻറ്റ് വരുന്നുണ്ട് നമ്മുടെ ഷേക്സ്പിയറെ കുറിച്ചിട്ട്, ബൈ റോബർട്ട് ഗ്രീൻ ഇൻ ഹിസ് ഗ്രോഡ്സ് വർത്ത് ഓഫ് വിറ്റ് ഫ്രം ദാറ്റ് ഇയർ. ഒരു വർക്കാണ് റോബർട്ട് ഗ്രീൻ്റെ ഗ്രോഡ്സ് വർത്ത് ഓഫ് വിറ്റ് എന്ന് പറഞ്ഞ വർക്കാണ്. ഇൻ ദാറ്റ് വർക്ക് ഹി കമൻറ്റഡ് Shakespeare is, there's an upstart crow beautified with feathers. What is upstart crow? അതായത് ഇന്നലെ ഉണ്ടായ കൂണ്. സോ അങ്ങനെ കമ്പയർ ചെയ്യാം നമുക്ക്. പെട്ടെന്ന് മുളച്ചു പൊന്തിയൊരു കൂണാണ് ആര്? നമ്മുടെ ഷേക്സ്പിയർ എന്ന് പറയുന്നത്. ഹി ക്രിട്ടിസൈസസ് ഷേക്സ്പിയർ ഇൻ ഹിസ് വർക്ക് ഗ്രോഡ്സ് വർത്ത് ഓഫ് വിറ്റ് എന്ന് പറയുന്നത് റെക്സ് പറയുന്നുണ്ട്. പിന്നെ കമൻസ് ഓൺ ഷേക്സ്പിയർ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻ ജോൺസൺ കോൾഡ് ഹിം ദ സ്വീറ്റ്സ് മാൻ ഓഫ് ഫേവൻ. ദെൻ ഹീ സ്മോൾ ലാറ്റിൻ ലെസ് ഗ്രീക്ക് ആൾ പറഞ്ഞാൽ ബെൻ ജോൺസൺ എന്ന് പറഞ്ഞാണ്. ബെൻ ജോൺസൺ മെയിൻ പീരീഡ് എന്തായിരുന്നു മക്കൾ? ക്രിട്ടിസൈസ് മെയിൻ പീരീഡ് കേട്ടോ. ബെൻ ജോൺസൻ്റെ ഓർത്ത് വെക്കാം, മറന്നു പോകണ്ട. സോ ഹി ക്രിട്ടിസൈസ് ഓൾ ഓഫ് ദി പോയിറ്റ്സ് ഇൻ ദാറ്റ് ഇറ. ഇസ് എൻ അബ്സ്റ്റാർട്ട് ക്രോ ബ്യൂട്ടിഫുൾ വിത്ത് ദ ഫെദേഴ്സ്.
റോബർട്ട് ഗ്രീൻ്റെ ഒരു കമൻറ്റാണ്. ദെൻ ഹീ ഈസ് എ പോയിറ്റ് ഓഫ് നേച്ചർ. ഡോക്ടർ ജോൺസൺ. ഷേക്സ്പിയർ ഹാസ് നോ ഹീറോസ്. ഡോക്ടർ ജോൺസൺ ആണ്. ഷേക്സ്പിയർ ഹാസ് നോ ഹീറോസ് ഓൺലി ഹീറോയിൻസ് പറഞ്ഞാരാ? ഹൂ സെറ്റ്? ഷേക്സ്പിയർ ഹാസ് ഓൺലി ഹീറോസ് പറയാനാണ് നമുക്കറിയാം, ഡോക്ടർ ജോൺസൺ പറഞ്ഞത്. സോ ഷേക്സ്പിയർ ഹാസ് ഓൺലി ഹീറോസ് നോട്ട് ഹീറോയിൻസ് പറഞ്ഞാരായിരുന്നു? ജോൺ റസ്കിനാണ് കേട്ടോ, മറന്നു പോകണ്ടേ. പിന്നെ among the principal characters of Shakespeare there is only one big woman. ജോൺ റസ്കിൻ ഒഫീലിയെ കുറിച്ച് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. ഹൂസ് ഒഫീലിയ? ഹാംലെറ്റിൻ്റെ ബിലവഡ് അല്ലേ ഒഫീലിയ, മറന്നു പോകണ്ടേ. പിന്നെ he was a man who of all modern perhaps ancient poets had the largest and the most comprehensive soul. അത് പറഞ്ഞാൽ ഡ്രൈഡൻ പറഞ്ഞു കേട്ടോ. പിന്നെ സോണറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ we have two types of sonnet. Generally we have two types of sonnet, Petrarchan sonnet and Shakespearean sonnet or English sonnet, and also one other sonnet is Penseroid sonnet കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ പഠിക്കുന്ന രണ്ട് ടൈപ്പ് സോണറ്റ് പഠിക്കാറുള്ളൂ. ഒന്ന് Petrarchan sonnet, another one is Shakespearean sonnet or English sonnet. ഇത് എവിടെ നിന്ന് ഇൻവെൻറ്റ് ചെയ്തു ഇതൊക്കെ പഠിച്ച് ജസ്റ്റ് നോക്കി പോകുന്ന സംഭവങ്ങളാണ്. ഫ്രം ഇറ്റാലിയൻ വേർഡ് സൊനെറ്റോ മീൻസ് ലിറ്റിൽ സോങ്. അതാണ് അതിൻ്റെ ഒരു ഇൻവെൻഷൻ വരുന്നത്. അത് ഓർത്ത് വെച്ച് പോകണം, മറന്നു പോകണ്ട. പിന്നെ most famous early Italian sonnet was Francisco Petrarch, and that's why it is called as Petrarchan sonnet വിളിക്കാനുള്ള കാരണം because Francisco Petrarch wrote so many sonnets. First one is Canzonia, ഒരു സോണറ്റ് സീക്വൻസ് ആണ് നമ്മുടെ പെട്രാർക്കിൻ്റെ. ഹിസ് Canzonia, a sequence of poems including 317 sonnets addressed to his idolized beloved ലോറ എന്ന് പറഞ്ഞൊരു ബിലവഡിന് വേണ്ടി എഴുതുന്ന സോണറ്റിലെ സീക്വൻസ് ആണ് എന്ത് നമ്മുടെ Canzonia, മറന്നു പോകണ്ട. Then Petrarchan sonnet consists of an octave group of 8 lines followed by a sestet group of 6 lines. So octave എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 8 lines followed by sestet. മൊത്തം 40 lines നമുക്കറിയാം. സോ ഇൻ Petrarchan sonnet ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 different parts അല്ലേ, 2 different parts. ഫസ്റ്റ് പാർട്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 8 lines. ഇറ്റ് മീൻസ് ഗ്രൂപ്പ് ഓഫ് octaves. ദെൻ ലാസ്റ്റ് sestet ആണ്, ഗ്രൂപ്പ് ഓഫ് 6 lines എന്ത് സെസ്റ്ററ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ, മറന്നു പോകണ്ടേ. പിന്നെ ടോട്ടൽ 40 lines. The octave forms a proposition which describes a problem or a question followed by a sestet which proposes a resolution. അതായത് ഫസ്റ്റ് ഒരു പ്രൊപ്പോഷൻ ഒരു ക്വസ്റ്റിന് നമ്മൾ റൈസ് ചെയ്യും. ഫസ്റ്റ് പ്രൊപ്പോഷൻ പോർഷൻ ഫസ്റ്റ് 8 lines ഒക്ടേവിൽ. ദെൻ there will be an answer for that question in next 6 lines. We have learned the on his blindness അല്ലേ, on his blindness പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദാറ്റ് സെക്ഷൻ വി നോ ദാറ്റ് വാട്ട് ആ ഫസ്റ്റ് 8 lines പറഞ്ഞൊരു പ്രൊപ്പോഷൻ ഉണ്ടായിരുന്നു. വാട്ട് ഇസ് പ്രൊപ്പോഷൻ ഇൻ ഫസ്റ്റ് 8 lines? സോ ഹി ഈസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ ടു ഹൂം? മിൽട്ടൺ ആസ്കിങ് എ ക്വസ്റ്റ്യൻ ടു ഹൂം? ആരുടെ ചോദ്യം ചോദിക്കുന്നത്? തൻ്റെ ദൈവത്തോട് ചോദിക്കണം അല്ലേ. എന്തിനാണ് എനിക്ക് എൻ്റെ ഈ ഐസൈറ്റ് നീ എടുത്ത് കളഞ്ഞത്? സോ ഐ കാൺട്ട് വാട്ട് അതിൽ ഇത് പറയണ്ടല്ലോ, ആ ലെസൺ എടുത്തില്ല, അവനെനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് തന്നെ പ്രകീർത്തിക്കാൻ എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാനുള്ളൊരു ഒരു കഴിവ് എനിക്കില്ല. ബിക്കോസ് യു ഹാവ് ടേക്കൺ മൈ ഐസൈറ്റ് ഫ്രം മൈ അങ്ങനെ പറഞ്ഞൊരു ലെസണാണത്. സോ വെൻ ഇറ്റ് കംസ് ടു റെസൊല്യൂഷൻ, വെൻ കംസ് ടു സെസ്റ്ററ്റ്, വെൻ കംസ് ടു വാട്ട് റെസൊല്യൂഷൻ സെക്ഷൻ, സെസ്റ്ററ്റിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹീ സേസ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. സോ റെസൊല്യൂഷൻ വരുന്നുണ്ട് ആ ഒരു സെസ്റ്ററ്റിലേക്ക് വരുമ്പോൾ. സോ ദാറ്റ്സ് കോൾഡ് ഒക്ടേവ് ആൻഡ് സെസ്റ്ററ്റ്. നെക്സ്റ്റ് വൺ ആ ഒരു ടേൺ അല്ലെങ്കിൽ വോൾട്ട, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 8 ലൈൻ നമ്പർ 8 നിന്ന് നേരെ 9th ലൈനിൽ കിടക്കുന്ന ആ ഒരു സമയം വിളിക്കുന്ന പേരാണ് നമ്മൾ ടേൺ അല്ലെങ്കിൽ വോൾട്ട, മറന്നു പോകണ്ടേ. പിന്നെ Petrarchan sonnet ഓൾസോ typically used a rhyme scheme ABBA CDE CDE or CDC CDC. ഞാനൊരു ഇത് ഉപയോഗിച്ച് പറഞ്ഞുതരാം. അബ്ബ കിടേ അല്ലെങ്കിൽ കിടക്ക് മറന്നു പോകണ്ട കേട്ടോ. അബ്ബ എന്താണ്? ABBA അബ്ബ. CDE എന്താണ്? CDE കിടേ അല്ലെങ്കിൽ കിടക്ക് എന്നറ CDC മറന്നു പോകണ്ട കേട്ടോ. ഇതൊക്കെ ഓരോ നമ്മൾ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഓരോ ഇതാണ്, ടെക്നിക്കുകളാണ്. നിങ്ങൾക്ക് വേണ്ട ടെക്നിക്സുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും പഠിക്കാൻ. പിന്നെ റിവിഷൻ സമയത്ത് ഇങ്ങനെ ടെക്നിക്സും എങ്ങനെ എന്തെങ്കിലും ഇതുമായിട്ട് എന്താ ചെയ്യുക, ഒരു ക്ലോസ്ലി കണക്റ്റഡ് ചെയ്ത് കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓർമ്മ നിൽക്കും സംഭവങ്ങളൊക്കെ. ദെൻ ആംബിക് ഫുഡ് കണ്ടെയ്ൻസ് 2 syllables ഇൻ ദ ഫസ്റ്റ് അൺസ്ട്രെസ്ഡ് ആൻഡ് ദ സെക്കൻഡ് സ്ട്രെസ്ഡ്. നമ്മൾ പറഞ്ഞു വി നോ ദാറ്റ് സോണറ്റൊക്കെ ഏത് മീറ്റർ ഏതായിരുന്നു? അയാംബിക് പെൻഡാമീറ്ററാണ് ഈ പറഞ്ഞ സംഭവം ചെയ്യുന്നത് കേട്ടോ. വാട്ട്സ് ആംബിക് പെൻഡാമീറ്റർ എന്താണ്? അയാംബ് എന്താണ് ഞാൻ പറഞ്ഞു? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 syllables അല്ലേ. ഫസ്റ്റ് വൺ ഈസ് അൺസ്ട്രെസ്ഡ്, സെക്കൻഡ് വൺ ഈസ് സ്ട്രെസ്ഡ്.
സോ ദാറ്റ്സ് മീനിങ് ഓഫ് ദാറ്റ്സ് എ അയാമ്പ്. അയാമ്പ് എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 syllable. ഒരു ഫീറ്റിൽ വരുന്ന 2 syllable വിളിക്കുന്ന പേരാണ് അയാമ്പ്. അയാമ്പ് എന്തായിരിക്കും? ഫസ്റ്റ് അൺസ്ട്രെസ്ഡ് ആയിരിക്കും, ദെൻ സെക്കൻഡ് വൺ സ്ട്രെസ്ഡ് ആയിരിക്കും. ദെൻ ട്രൊക്കി ആണെങ്കിലോ, ട്രൊക്കി മീറ്റർ ആണെങ്കിലോ, ഒരു ട്രൊക്കി 2 stressed syllables ആണോ? ഫസ്റ്റ് സ്ട്രെസ്ഡ് വരും, ദെൻ അൺസ്ട്രെസ്. ട്രോക്കി, ട്രോക്കി, അയാമ്പ്, അയാമ്പ്. ആ ഭാഗത്ത് നോക്കി കേട്ടോ. അയാമ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അൺസ്ട്രെസ്ഡ് ആണ്, സെക്കൻഡ് സ്ട്രെസ്ഡ് ആണ്. ട്രൊക്കി ആകുമ്പോൾ ഫസ്റ്റ് വരുന്നത് സ്ട്രെസ്ഡ് ആണ്, ദെൻ സെക്കൻഡ് വൺ എന്താണ്? അൺസ്ട്രെസ്ഡ് ആണ് കേട്ടോ, മറന്നു പോകണ്ട. നമ്മൾ ട്രൊക്കിക് മീറ്ററിൽ ഒരു ലെസൺ പഠിച്ചു ലാസ്റ്റ് ക്ലാസ്സിൽ. ഏത് ലെസൺ ഓർമ്മയെങ്കിലും ഓഡ് ആണ് ഗ്രേഷന് ട്രൊക്കിക് മീറ്ററിൽ ഇതല്ലേ അല്ലേ? ആ ലെസൺ അങ്ങനെ ഒരു ടെക്സ്റ്റ് ആണല്ലോ അല്ലേ? ട്രൊക്കിക് മീറ്ററിൽ വരുന്നൊരു സംഭവം അതിൻ്റെ ഓർമ്മ അങ്ങനെ തന്നെയാണ്. അല്ല ഓക്കെ സാർ പക്ഷെ MCQൽ അയാംബിക് പെന്റാമീറ്റർ ആണല്ലോ കൊടുത്തേക്കുന്നത്. ഏത്? ഓഡ് ഓൺ എഗ്രീഷൻ ഓൺ. ഹാബി പെൻഡാമീറ്റർ ആണോ കൊടുത്തേക്കുന്നത്? ആ അല്ലല്ലോ, ഹാബി പെൻഡാമീറ്റർ ആണോ? അല്ലല്ലോ, നോക്കട്ടെ. അത് എത്രാമത്തെ ക്വസ്റ്റിനെ കൊടുത്തുള്ളത്? 114 തോന്നുന്നു. നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ചെയ്യാം. ഞാനത് കാരണം ലാസ്റ്റ് കൊടുത്ത ഞാനൊരു 100 ക്വസ്റ്റ്യനോളം ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. 100, 130, പിന്നെ 30 അയച്ചെന്ന് ഒരു 10-40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതും കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചെന്നുണ്ട് ഞാൻ. നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. അത് ആൻസർ ട്രൊക്കേക്ക് മീറ്റർ അല്ലേ സാറ് പറഞ്ഞത്? കൂടെ ഞാൻ ക്ലാസ് ഇരുന്നിട്ടില്ല. അതിനകത്ത് ഓപ്ഷൻസിൽ ട്രൊക്കായിക് ഹെക്സാമീറ്റർ ഉണ്ട്, ആംബി പെന്റാമീറ്റർ ഉണ്ട്, ഡാക്ടിലിക് ഹെക്സാമീറ്റർ ഉണ്ട്, സ്പോണ്ടൈക് പെന്റാമീറ്റർ ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്തത് നമ്മൾ ഇംഗ്ലീഷ് സോണറ്റിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് നോൺ സോണറ്റ് ഇംഗ്ലീഷ് വേർഡ് റിട്ടൺ ബൈ സർ തോമസ് വ്യാട്ട് ആൻഡ് ഹെൻറി ഹൊവാർഡ്, ഏൾ ഓഫ് സറേ. ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നമ്മുടെ തോമസ് വ്യാട്ടും ആണ് എന്ത് ചെയ്ത് നമ്മുടെ സോണറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഹെൻറി ഹൊവാർഡും കൂടി എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഏൾ ഓഫ് സറേ. ഇവരുമാണ്. തോമസ് വ്യാട്ട് നമ്മുടെ ഈ സംഭവം എഴുതുകയും ചെയ്തു. ഏൾ ഓഫ് സറേ ഹെൻറി ഹൊവാർഡ് എന്ത് ചെയ്തു? ഇത് ഇംപ്രൊവൈസ് ചെയ്തിട്ടോ. അതായത് ഇതിന് കൂടുതൽ എന്ത് ഫെമിലൈസ് ചെയ്താരെ? ഹെൻറി ഹൊവാർഡ്, ഏൾ ഓഫ് സറേ. അതാണ്. ദെൻ ഇതിൻ്റെ ഒരു നമ്മുടെ ഇംഗ്ലീഷ് സോണറ്റിൻ്റെ റൈം സ്കീം എന്തായിരുന്നു? ABAB CD EF GG. സിമ്പിളാണ്, ഓർത്തൊക്കെ സിമ്പിളാണ്, മറന്നു പോകണ്ടേ. ദെൻ പിന്നെ നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാവുന്ന കാര്യങ്ങളേ. പിന്നെ നമുക്ക് ബാക്കി നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. കാരണം നമുക്ക് പറഞ്ഞു പോകാൻ സമയമില്ല, അതുകൊണ്ടാണ്. ഓൾറെഡി ഇപ്പോൾ 1 മണിക്കൂർ ആവാറായി. പിന്നെ പബ്ലിക്കേഷൻ സെക്യൂരിറ്റി ഇൻ ദ മാനുസ്ക്രിപ്റ്റ് ബിഫോർ 1598. നമ്മുടെ ഈ സോൺ സീക്വൻസ് എന്തായിരുന്നു? ഒരു മാനുസ്ക്രിപ്റ്റ് പോലെ പബ്ലിഷ് ചെയ്യാതെ കിടക്കുകയായിരുന്നു. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1598. ഫ്രാൻസിസ് മിയേഴ്സ് പ്രൈസ്ഡ് ഷേക്സ്പിയേഴ്സ് ഷുഗേർഡ് സോണറ്റ് ഇൻ ഹിസ് പലാഡിസ് സ്റ്റാമിയ ഓർ വിറ്റ്സ് ട്രഷറി. ഫസ്റ്റ് ഒരു റെഫറൻസ് വരുന്ന ഏത് ബുക്കിലാണ്? ഫ്രാൻസിസ് മിയറുടെ ഏത് ബുക്കിലാണ്? പലാഡിസ് സ്റ്റാമില ഓർ വിറ്റ്സ് ട്രഷറി എന്ന് പറഞ്ഞ ബുക്കിലാണ് ഷുഗേർഡ് സോണറ്റ്സ് പറയുന്നത് കേട്ടോ. ബട്ട് ഇറ്റ്സ് നോട്ട് ദ ഫുൾ സെറ്റ് ഓഫ് സോണറ്റ്സ്. ഒരു ഷുഗേർഡ് സോണറ്റ് പറഞ്ഞ ഒരു ടേം വരുന്നതാണെന്ത്? ഫസ്റ്റ് റെഫറൻസ് വരുന്നതാണെന്ത്? നമ്മുടെ ഷേക്സ്പിയർ സോണറ്റ് കേട്ടോ. ദെൻ അടുത്തത് ഇതിലാണ് ദ ഗോഡ് ഓഫ് ഇംഗ്ലീഷ് പോയറ്റ്സ് ആര് വിളിക്കുന്നത്? നമ്മുടെ ഷേക്സ്പിയറെ. ചോസർ വിളിക്കുന്നത് ആര്? നമ്മുടെ ഫ്രാൻസിസ് മിയർ വിളിക്കുന്നതാണെന്ത്? ദ ഗോഡ് ഓഫ് ഇംഗ്ലീഷ് പോയറ്റ്സ് വിളിക്കുന്നത് ഈ ഒരു വർക്കിലാണ്. മറന്നു പോകേണ്ട, അത് ഓർത്ത് വെച്ചോളി, ഒരു എക്സ്ട്രാ പോയിൻ്റ് ആണ്. ദെൻ ഷേക്സ്പിയർ ഈസ് കോൾഡ് in his work like the most excellent in both kinds, comedy and tragedy for the stage. God of English poets എന്നാണ്. God of English poets. About ചോസറിനെ കുറിച്ച് പറഞ്ഞാൽ ആര്? നമ്മുടെ ഫ്രാൻസിസ് മിയർ പറഞ്ഞൊരു പോയിൻ്റാണ് ഈ ബുക്കിൽ. ഇൻ പലാഡിസ് സ്റ്റാമിയ ഓഫ് വിറ്റ്സ് ട്രഷറി എന്ന് പറഞ്ഞ ബുക്കിൽ ഈ ചോസറിനെ കുറിച്ച് പറഞ്ഞ വേർഡാണ് എന്ത്? ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഈസ് ദ ഗോഡ് ഓഫ് ഇംഗ്ലീഷ് പോയിറ്റ്സ്. നെക്സ്റ്റ് വൺ ഷേക്സ്പിയറിനെ കുറിച്ച് പറഞ്ഞെന്തായിരുന്നു ഇയാൾ? ഹി ഈസ് ദ മോസ്റ്റ് എക്സലൻറ്റ് in both kinds. Which kinds? Comedy and poetry. Comedy ആയാലും പോയട്രി ആയാലും ഈസ് എക്സലൻറ്റ് റൈറ്റ് എന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ ഫ്രാൻസിസ് മിയർ പറഞ്ഞായിരുന്നു കേട്ടോ. ദെൻ ഇൻ 1609 the sonnets were first published in Court. What's Court of format എന്നതാ? What's Court of format? Court എന്ന് പറഞ്ഞതാ 1/4. അതായത് നമ്മൾ A4 ഷീറ്റ് നമ്മൾ 4 മടക്കൂലേ, അത് വിളിക്കുന്ന പേരാണ് കോർട്ടോ കേട്ടോ. അത് ഒരു പേജ് 4 വർക്കുകളുണ്ടാവും.
സോ ദാറ്റ്സ് മീനിങ് ഓഫ് കോർട്ടോ. സോ ആദ്യമായിട്ട് വരുന്നൊരു ഫോർമാറ്റ് എന്തായിരുന്നു? കോർട്ടോ ഫോർമാറ്റിലാണ് ഈ സാധനം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓർത്ത് വെക്കാൻ മറന്നു പോകണ്ടേ. ബൈ ഹൂം പബ്ലിഷ് ചെയ്താനാ? ഇൻ 1609 പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ബൈ തോമസ് തോപ്പ്. തോമസ് തോപ്പിന് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് മറന്നു പോകണ്ടേ. പ്രോബബ്ലി വിത്തൗട്ട് ദ ഓതേഴ്സ് നോളജ്. ടൈറ്റിൽ ഷേക്സ്പിയേഴ്സ് സോണറ്റ്സ്. സോ വാട്സ് ടൈറ്റിൽ എന്തായിരുന്നു ആ സമയത്തായി സോണറ്റിൻ്റെ? ഷേക്സ്പിയേഴ്സ് സോണറ്റ് എന്നായിരുന്നു കൊടുത്ത ടൈറ്റിൽ കേട്ടോ, അത് മറന്നു പോകണ്ട. പിന്നെ ദ കോർട്ടോ എഡിഷൻ ഹാസ് എ മിസ്റ്റീരിയസ് ഡെഡിക്കേഷൻ ഫ്രം ദ പബ്ലിഷർ ടു മിസ്റ്റർ WH. അതിൽ മിസ്റ്റർ WH എന്ന് മാത്രം ഇതിനുള്ള ആര്? ബട്ട് ഇറ്റ്സ് നോട്ട് മെൻഷൻ ബൈ ഷേക്സ്പിയർ. മെൻഷൻ ചെയ്ത സംഭവമല്ല. ഇറ്റ് വാസ് മെൻഷൻ ബൈ ഹൂം? തോമസ് തോർപ്പാണ് എന്ത് ചെയ്തത്? മിസ്റ്റർ WH എന്നുള്ള ആ ഒരു ഡെഡിക്കേഷൻ കൊടുത്തത്. ഇറ്റ് വാസ് നോട്ട് ഡൺ ബൈ ഹൂം? ഷേക്സ്പിയർ അല്ല ഈ ഡെഡിക്കേഷൻ കൊടുത്തിട്ട്, അതുകൊണ്ട് ഓർത്ത് വെക്കണേ. പിന്നെ ഷേക്സ്പിയർ യൂസ്ഡ് 3 ക്വാട്രൈൻസ് ആൻഡ് കൺക്ലൂഡിങ് കപ്ലെറ്റാണ്. നമുക്കറിയാം ഇംഗ്ലീഷ് സോണറ്റിൻ്റെ ഒരു ഇതെന്തായിരുന്നു? ഒരു 3 എന്തുണ്ടാവും? ക്വാട്രൈൻ ഉണ്ടാവും ആൻഡ് കൺക്ലൂഡിങ് കപ്ലെറ്റും ഉണ്ടാവും കേട്ടോ. സോ ദാറ്റ് വാസ് ദ സ്ട്രക്ചർ ഓഫ് വാട്ട് ഇംഗ്ലീഷ് സോണറ്റ്. പിന്നെ പറയാനുള്ളത് 6 അഡീഷണൽ സോണറ്റ്സ് ആൻഡ് ഷേക്സ്പിയർ റോട്ട് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലേ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഹെൻറി 5 ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോക്കി പോവാം. ദെൻ ഫസ്റ്റ് 126 സോണറ്റ്സ്, ഫസ്റ്റ് 126 സോണറ്റ് ഹി വാസ് അഡ്രസ് ടു ഹൂം? ദ ഫെയർ യൂത്ത് സീക്വൻസ് വിളിക്കുന്നതാണ് എന്ത്? ഫസ്റ്റ് 126 സോണറ്റ് കേട്ടോ. ഫസ്റ്റ് സോൺ നമ്പർ 1 to 126 വരെ ഇയാൾ വിളിക്കുന്നതിനാണ് ഫെയർ യൂത്ത് സീക്വൻസ് വിളിക്കുന്നത്. ഫസ്റ്റ് 1 to 126 ദിസ് സോണറ്റ് വാസ് എൻറ്റയർലി ഡെഡിക്കേറ്റഡ് ടു ഹൂം? മിസ്റ്റർ WH. then section 127 സോണറ്റ് 127 to 154 വരെ എന്ത് ആൾക്ക് ഡെഡിക്കേറ്റ് ചെയ്താണ്? എ ഡാർക്ക് ലേഡി. ഇറ്റ് മേ ഒരുപാട് ഇൻ്റർപ്രിറ്റേഷൻ വരുന്നുണ്ട്. മേരി ഫിറ്റൺ എന്ന് പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. മേരി ഫിറ്റൺ പറയുന്നുണ്ട്, അതുപോലെ അമേലിയ ലൈനർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ലൂസി മോഗൻ, ഇങ്ങനെ ഒരുപാട് ഇൻ്റർപ്രിറ്റേഷൻ വരുന്നുണ്ട്. സോ ആ പോയിന്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എന്തായാലും ക്വസ്റ്റ്യൻ ആ ഭാഗത്ത് നിന്ന് വരില്ല, കൺഫേം ആണ്. കാരണം ഒരുപാട് ആളുകൾ അതൊക്കെ ഒരുപാട് പേര് ഇൻ്റർപ്രിറ്റേഷൻസ് ആണ്, അല്ല നമുക്കൊരു പ്രിസൈസ് പോയിന്റ് ഒരിക്കലും പറയാൻ കഴിയുന്ന സാധനം. ഓക്കെ. പിന്നെ സോണറ്റ് 153 and 154 ആർ കോൾഡ് ക്യൂപ്പിഡ് സോണറ്റ്. ഗ്രീക്ക് മിത്തോളജി ബന്ധപ്പെട്ട് സോണറ്റ് എന്ത്? സോണറ്റ് 153, 154. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എസ് ക്യൂപ്പിഡ് സോണറ്റ്. ദെൻ 138 and 144 had previously been published in 1599 in Passionate Pilgrim by William Jagard. Only sonnet number 138 144 ഈ 2 സോണറ്റും വില്യം ജഗാർഡിൻ്റെ പാഷനേറ്റ് പിലിഗ്രിം എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ഇൻ 1599 പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓൺലി ദീസ് 2 സോണറ്റ് ഇമ്പോർട്ടൻ്റ് മറന്നു പോകണ്ടേ. പിന്നെ എന്താ ഫസ്റ്റ് 17 സോണറ്റ്സ് ആർ കോൾഡ് പ്രൊക്രിയേഷൻ സോണറ്റ്. ഇതിൽ ആ യങ് മേൻ അതിൽ ആ മിസ്റ്റർ WH ഭയങ്കരമായിട്ട് ഒരു എംബ്രേസ് ചെയ്യുന്ന ഒരു സോണറ്റാണ് എന്താ ഈ ഫസ്റ്റ് 17 സോണറ്റ്. ഹി സേസ് ദാറ്റ് urging him to marry and have children in order to immortalize his beauty by passing into the next generation. അയാൾ ആ ഒരു യങ് ലവറോട് പറയുകയാണ്, നീ വിവാഹം കഴിക്കുന്നത് നിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവണം, നിൻ്റെ കുഞ്ഞുങ്ങളിൽ നീ എന്ത് ചെയ്യണം, നിൻ്റെ ബ്യൂട്ടി, നിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ നീ എന്ത് ചെയ്യണം, പ്രിസർവ് ചെയ്യുന്ന പറയുന്ന ആര്? നമ്മുടെ മിസ്റ്റർ WH ആൾ പറഞ്ഞത് ഷേക്സ്പിയർ പറയാം കേട്ടോ. പിന്നെ WH പറയുന്നുണ്ട് ഇറ്റ് മേ ബി ഹെൻറി റൈത്തസ്ലി ഏൾ ഓഫ് സൗത്താംപ്ടൺ ഓർ വില്യം ഹെർബർട്ട് ഏൾ ഓഫ് ഫെംബ്രോക്കോ ആവാം എന്ന് പറയുന്നുണ്ട്. So we can expect a question from that because it's an ambiguous ആയിട്ടുള്ള സംഭവം, നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്ന സംഭവം ഏരിയ അല്ല. പിന്നെ സോണറ്റ് 121 നിങ്ങൾക്ക് അറിയാവുന്ന സോണറ്റിനെ നമ്മൾ എടുത്തു പോകുന്നില്ല, ജസ്റ്റ് അതെന്താ ഈ സോണറ്റുകളുടെ കാരണം എന്താ വെച്ചാൽ ദാറ്റ് ടൈം വാസ് ക്രിറ്റിസിസം ലൈക്ക് ഷേക്സ്പിയർ സേസ് ഹോമോസെക്ഷുവൽ ഒരു മനുഷ്യനാണ്, ഒരു ഹോമോസെക്സ്വാലിറ്റി ഇയാൾക്ക് ഉണ്ട് എന്നുള്ളൊരു സിസ്റ്റം അന്നുണ്ടായിരുന്നു, ക്രിറ്റിസിസം വന്നിരുന്നു. സോ ഹി റോട്ട് എ സോണറ്റ് അബൌട്ട് ദാറ്റ്. സോ ദാറ്റ്സ് വൈ ഹി റോട്ട് എ സോണറ്റ് ലൈക്ക് ദിസ്. ഓക്കെ. സോ ഒരു ഹോമോസെക്സ്വാലിറ്റി, അതായത് ഒരു ഗേ ടൈപ്പ് ആണെന്ന് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊസൈറ്റി ഒരു ക്രിറ്റിസിസം വന്ന സമയത്ത് ഇതൊരു സോണറ്റ് ആയിരിക്കാം എന്നൊരു പല ഇൻ്റർപ്രിറ്റേഷൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഹി റോട്ട് എ സോണറ്റ് ലൈക്ക് ദിസ്. ഓക്കെ. ഇറ്റ് ഇസ് ബെറ്റർ ടു ബി വൈൽഡ് ദൻ വൈൽഡ് സ്റ്റീം. എന്താണ് നമ്മൾ മറ്റുള്ളവർ നമ്മൾ ചീത്തയാണ് അല്ലെങ്കിൽ നമ്മൾ മോശക്കാരനെന്ന് പറയുന്നേക്കാൾ നല്ല എന്താണ് നമ്മൾ മോശക്കാരനായിരിക്കുന്നതാണ്. അങ്ങനെ തുടങ്ങുന്ന സോണറ്റാണിത്. പിന്നെ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞുള്ള സമയമില്ല കേട്ടോ, അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസാണ്, കിട്ടുന്ന സംഭവങ്ങളാണ്. ഓക്കെ. ഇതിൽ കുറച്ച് ഇതും കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് എ ബർത്ത് ഇയർ ഓഫ് വില്യം ഷേക്സ്പിയർ? ഇമ്പോർട്ടൻ്റ് ആണ്. 1564 ആൻഡ് വെൻ ഹി വാസ് ഡൈഡ് ഇതിൽ മരിച്ചെന്നാ 1616 അതിൽ മരിക്കുന്നു കേട്ടോ. അപ്പോൾ എത്ര പോരെ?
പോയം പറയണോ? പോയം പറയാനുള്ള സമയമില്ല. നമ്മളോട് മുന്നേ എടുത്ത് പോയതാണ്. ഇനി പിന്നെ വേണ്ട പറയുന്നില്ല കേട്ടോ. വേണ്ട പറഞ്ഞാൽ ഒരു വലിയൊരു ഇതിലേക്ക് പോകും. നമുക്ക് ഒരു ടെക്സ്റ്റും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ എന്തിലേക്ക് പോകാം? സർ മെറ്റയില് സെർച്ച് ചെയ്തപ്പോ അയാമ്പി പെന്റമീറ്ററാ കാണിക്കുന്നത്. ഏത് ടെക്സ്റ്റ്? ഓടാ മറ്റേ ഓടോണ് ഗ്രീഷ്യനുണ്ട് മീറ്റർ. പെൻറ്റാമീറ്ററിൻ്റെ ആയിരിക്കും. ഞാൻ സാറ് പറഞ്ഞെന്തൊരു ഓർമ്മ എനിക്കുണ്ട്. പറഞ്ഞു സാർ മിക്കവാറും മീറ്റർ പറഞ്ഞ സമയത്ത് പറഞ്ഞതായിരിക്കും, ട്രൊക്കിയുള്ള മീറ്റർ, അല്ലാണ്ട് പെൻറ്റാമീറ്ററിൻ്റെ ആയിരിക്കും. അത് നോക്കണം. കാരണം ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അതിന്റെ പെന്റാമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ കേട്ടോടുത്ത് വെച്ചതായിരിക്കാം. ഞാൻ കേട്ടോടുത്ത് മിസ്റ്റേക്ക് പറ്റിയാട്ടോ. ഞാൻ എപ്പോഴോ സാറ് റെക്കോർഡിങ് നോക്കുന്ന സമയത്ത് സാർ ഇങ്ങനെ പറഞ്ഞു ഓർമ്മ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ് ട്രൊക്കി മീറ്റർ ആണോ ചോദിച്ചാണ്. സോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് 9 പെൻറ്റാമീറ്റർ. ക്ലിയർ അല്ലേ? അതുല്ല റെഡി അല്ലേ? ഇപ്പോൾ പെൻറ്റാമീറ്റർ തന്നെയാണ് കേട്ടോ. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ആണ്. നമ്മുടെ മിൽട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് എ സെർവർ. ഒരു നമ്മൾ പ്യൂരിറ്റാനിസിലായത് നമുക്കറിയാം. റെസ്ട്രേഷൻ പീരീഡൊക്കെ നമുക്ക് അറിയുന്നില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ക്ലാസ്സും പറയുന്ന സമയത്ത് ഡീറ്റെയിൽ പറഞ്ഞു കേട്ടോ. അവിടെ റെസ്ട്രേഷൻ പീരീഡ് പറയേണ്ടത് വി നോ ദാറ്റ് ചാൾസ് ദ ഫസ്റ്റ് വാസ് ദി കിങ് ഓഫ് ദി ജക്കോബിൻ പീരീഡ്. ആ ജക്കോബിൻ പീരീഡിലെ സമയത്ത് ആരും കിങ് ആയിരുന്നു? ചാൾസ് ഫസ്റ്റ് ആയിരുന്നു. സോ ചാൾസ് ഫസ്റ്റിനെ പറയുന്നത് സഹിക്കുക വയ്യാതെ അവിടെയുള്ള നാട്ടിലുള്ള ആൾ എന്ത് ചെയ്തു? ചാൾസ് ഫസ്റ്റിനെതിരെ ഒലിവർ ക്രോംവെലിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഒരു പ്യൂരിറ്റൻ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരു ഫോം ചെയ്യുകയാണ്. സോ ചാൾസ് ഫസ്റ്റ് വാസ് കിൽഡ് ആൻഡ് ചാൾസ് സെക്കൻഡ് വാസ് എക്സൈൽ ടു വെയർ? ഫ്രാൻസിലേക്ക് പോകുന്നത് ചാൾസ് സെക്കൻഡ്. ബിക്കോസ് ചാൾസ് ഫസ്റ്റ് കം ഫ്രം ഫ്രാൻസ്. നമുക്കറിയാം എലിസബത്തിന് മക്കളില്ലാത്തതുകൊണ്ട് ഫ്രാൻസിലെ കിങ്ങായ ചാൾസ് ഫസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആര്? ഇങ്ങനെയുള്ള ആളുകൾ ടു റെയിൻ ദ മൊണാർക്കി. സോ when Charles I was killed, Charles II, his son, was exiled to where? എങ്ങോട്ട് പോകുന്നുണ്ട്? ഫ്രാൻസിലേക്ക് മടക്കി അയക്കുന്നുണ്ട്. സോ ആഫ്റ്റർ പ്യൂരിറ്റൻ ഗവൺമെൻറ്, the people were very fed up with Puritan government and Oliver Cromwell government. So they called back Charles II. Charles II പോയിട്ട് തിരിച്ചു വിളിക്കുകയാണ്. So Charles II comes with the statesman and dramatists and all, and they come with all soldiers and they attacked Oliver Cromwell and they killed Oliver Cromwell and the monarchy was restored. That's called a restoration period. അറിയുന്ന സംഭവമല്ലേ? ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അറിയുന്ന പോയിന്റ് തന്നെയാണ്, ഒന്ന് ജസ്റ്റ് പറഞ്ഞു മാത്രം. സോ he is one of the secretary, or he served as civil servant for the Commonwealth period of England under the Council of State and later Oliver Cromwell. So നമുക്കറിയണം ഒലിവർ ക്രോംവെൽ സമയത്ത് ഇയാൾ ഒരു എക്സിക്യൂഷനൊക്കെ ഇയാൾക്ക് ഫേസ് ചെയ്യുന്നു. സോ he saved from the execution by the guidance of Andrew Marvell. Andrew Marvell was a friend of Milton. Milton's friend is Andrew Marvell. So he saved his life. William Haley is a biographer. So he described as the greatest English author by biographer William Haley. He was the greatest English author. Then മിൽട്ടൺ സ്റ്റൈൽ ഈസ് നോൺ ആസ് ഗ്രാൻഡ് സ്റ്റൈൽ. അർണോൾഡ് പറഞ്ഞാണ് മിൽട്ടൻ്റെ സ്റ്റൈൽ ഗ്രാൻഡ് സ്റ്റൈൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിൽട്ടൺസ് ഡെവിൽ ഈസ് സുപ്പീരിയർ ടു ഹിസ് ഗോഡ്. ഷെല്ലി പറഞ്ഞാണ് എ ട്രൂ പോയറ്റ് ആൻഡ് ഓഫ് ദി ഡെവിൽസ് പാർട്ടി വിത്തൗട്ട് നോയിങ് ഇറ്റ്. വില്യം ബ്ലേക്ക് പറഞ്ഞതായിരുന്നു. ഹി ഈസ് എ കറപ്റ്റർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ജോൺ കീറ്റ്സ് പറഞ്ഞാണ്. ഹി ഈസ് എ കറപ്റ്റർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പറഞ്ഞാരാണ്? ജോൺ കീറ്റ്സ് പറഞ്ഞതാണ്. ആൻഡ് അർണോൾഡ് സേ ദാറ്റ് മിൽട്ടൺ സ്റ്റൈൽ ഈസ് നോൺ ആസ് ഗ്രാൻഡ് സ്റ്റൈൽ പറഞ്ഞായിരുന്നു. അർണോൾഡ് പറഞ്ഞതാണ്. നോർ സെക്കൻഡ് ഹി ദാറ്റ് റോഡ് സബ്ലൈം അപ്പോൺ ദ സെറാഫ് വിങ്സ് ഓഫ് എക്സ്റ്റാസി എന്ന് പറഞ്ഞത് തോമസ് ഗ്രേ പറഞ്ഞ ഒരു കമൻറ്റാണ്. പിന്നെ ഒന്നും ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. നോട്ടൽ ഫ്രണ്ട്ഷിപ്പ്, ക്ലോസ് ചാൾസ് വിത്ത് ക്ലോസ് എഡ്വാർഡ് കിങ്. ഹി റോട്ട് എൻ എലജി. ഒരു എലജി ചെയ്തിട്ടുണ്ട് ഇയാൾ. ഇതിൻ്റെ പേരെന്തായിരുന്നു? ലിസിഡസ്. പഠിച്ചിട്ടുണ്ടോ ലിസിഡസ്? പഠിക്കാനുണ്ടാവും. നമുക്ക് പി ജി എടുക്കുന്ന വർക്ക് ചെയ്യാനല്ലേ. ഹി mourned the death of Edward King, his close friend in Oxford. ഓക്സ്ഫോർഡിലെ ക്ലോസ് ഫ്രണ്ട് എഡ്വാർഡ് കിങ്ങിനെ മോൺ ചെയ്യുന്ന ഒരു എലജിയാണ് എന്ത് നമ്മുടെ ഈ ലിസ്റ്റസ് എന്ന് പറഞ്ഞ ഈ എലജി. ഓക്കെ. അയാളുടെ ഫസ്റ്റ് വർക്ക് ഓൺ ദ മോർണിംഗ് ഓഫ് ക്രിസ്ത്യൻ നേറ്റിവിറ്റി ആണ് ഫസ്റ്റ് വർക്ക്. പബ്ലിഷ്ഡ് വർക്കല്ല, ഫസ്റ്റ് റിട്ടേൺ വർക്കാണ് കേട്ടോ. ദെൻ ലീ അലിഗ്രോ ആൻഡ് എൽ സ്പെൻസറോസോ ഇസ് എ ട്വിൻ പോയംസ് ബൈ ഹൂം? മിൽട്ടൻ്റെ ട്വിൻ പോയംസ് അലിഗ്രോ ആൻഡ് എൽ സ്പെൻസറോസോ. ദെൻ
പിന്നെ കംപ്ലീറ്റ് ബ്ലൈൻഡ്നസ് വരുന്നത് ലൈക്ലി കോസ്ഡ് ബൈ ദ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഓഫ് ഗ്ലൂക്കോമയൊക്കെ ബ്ലൈൻഡ്നസ് വരുന്നത് ഇൻ വിച്ച് ഇയർ 1652 ഇയാൾ കംപ്ലീറ്റ് ബ്ലൈൻഡ് ആവുന്നത് 1652 മറന്നു പോകണ്ട. പബ്ലിഷ്ഡ് പോയതാ ഫസ്റ്റ് മിൽട്ടന്റെ. പബ്ലിഷ്ഡ് പോയാൽ വരുന്നുണ്ട്. ഞാൻ ഈ ടെക്സ്റ്റ് എടുത്ത് ഞാനല്ല, അതുകൊണ്ട് എനിക്ക് നോട്ട് ചെയ്തിട്ടില്ല. നോക്കട്ടെ. ഫസ്റ്റ് പബ്ലിഷ്ഡ് പോയം അടുത്ത സ്ലൈഡിലുണ്ടാവും കേട്ടോ. ഓൺ ഷേക്സ്പിയർ ഓൺ ഷേക്സ്പിയർ ആണ് ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക്. ഫസ്റ്റ് റിട്ടൺ വർക്കാണ് ഓൺ ക്രിസ് നേറ്റിവിറ്റി, മറന്നുകൊണ്ട്. പിന്നെ wrote the sonnet when I consider how my light is spent reflecting on his blindness. He didn't give a name when on his blindness to this poem. അതും ഓർത്ത് വെക്കണം. അതിൻ്റെ പബ്ലിഷർ കൊടുത്തൊരു പേരാണ്. പിന്നെ ഡെത്ത് ആൻഡ് ബറിയൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫസ്റ്റ് മാരേജ് മേരി പവൽ, ഫസ്റ്റ് മാരേജ് മേരി പവലാണ്. സെക്കൻഡ് മാരേജ് കാതറിൻ വുഡ്കോക്കാണ്. സെക്കൻഡ് മാരേജ്. തേർഡ് മാരേജ് എലിസബത്ത് മെൻഷിലാണ്. തേർഡ് മാരേജ്. ദെൻ മിൽട്ടൺ ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക് ഓൺ ഷേക്സ്പിയർ 1630 വരുന്നത്. അപ്പോൾ അനോണിമസ് ആയിട്ടാണ് സാധനം വരുന്നത്. ദെൻ പാരഡൈസ് ലോസ്റ്റ് വി നോ ദാറ്റ്. പാരഡൈസ് റീഗെയിൻഡ് ഓൾസോ വി നോ. ദെൻ പിന്നെ ക്രിട്ടിക്കൽ എഡിഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതടിച്ച് പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റിനെ കുറിച്ച് നോക്കാം. എ വെൽ നോൺ സോണറ്റ് ബൈ ജോൺ മിൽട്ടൺ. ഹി റോഡ് ദിസ് സോണറ്റ് ആസ് എ പെട്രാർക്കൻ സോണറ്റ് ഫോമിലാണ് ഇയാൾ ഈ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ റെഫേർഡ് വൈഡ്ലി ആസ് ഡിക്കിൻസ് മെഡൽ മോട്ടോ വി ഓൾസോ സെർവ്. ആ ഡിക്കിൻസ് മെഡൽ മോട്ടോ എന്ന് പറഞ്ഞൊരു ഇങ്ങനൊരു ടൈപ്പ് ഓഫ് മോട്ടോ, അതായത് ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റിയുടെ ഒരു ബാഡ്ജിലുള്ള സാധനമാണ് ഈ ഡിക്കിൻസ് മെഡൽസ് മോട്ടോ കേട്ടോ. അതിൽ കൊടുത്തിരുന്ന പേരാണത് വി ഓൾസോ സെർവ് എന്ന് പറയുന്ന സംഭവം. ഇറ്റ് വാസ് ദെൻ ആൻഡ് ഓൾസോ ആൻഡ് ദ നേവി വൈഫ്സ് ക്ലബ്ബ്. ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരു നേവി, ഇംഗ്ലണ്ടല്ല അമേരിക്കയിലെ നേവി വൈഫ്സ് ക്ലബിൻ്റെ ഇതും എന്താണ് ഈ നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ ഒരു ലൈനാണ്. ദേ ഓൾസോ സെർവ് ഹൂ സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ലൈനാണ് അവരും എടുത്തിട്ടുള്ള അവരുടെ ഒരു ടാഗ് ലൈനായിട്ട് അവരെടുത്തുള്ള സാധനമാണ് കേട്ടോ. പിന്നെ പബ്ലിക്കേഷൻ ആൻഡ് മാനുസ്ക്രിപ്റ്റ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ മിൽട്ടൺസ് 1673 പോയംസ് ഫൗണ്ട് ഇൻ ദ ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് വാസ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റിലാണ് സാധനം ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് നമ്പേർഡ് 19 ഇൻ ദ മാനുസ്ക്രിപ്റ്റ് ബട്ട് പബ്ലിഷ്ഡ് ആസ് സോണറ്റ് 16 ഇൻ പോയംസ്. എന്താ അതിൻ്റെ ആ സംഭവം എന്താ? നമ്പേർഡ് 19 ഇൻ ദ മാനുസ്ക്രിപ്റ്റ്. ഒരു പ്രാവശ്യം അതിൽ ചോദിച്ചു ഡൗട്ട്. വാട്ട്സ് ദ മീനിങ്? അതായത് മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കയ്യെഴുത്ത്. മാനുസ്ക്രിപ്റ്റിൽ 19ാമത്തെ ലൈൻ. അതായത് ഈ മാനുസ്ക്രിപ്റ്റിൽ കണ്ട സമയത്ത് 19ാമത്തെ സോണറ്റ് എന്ത് ഈ പറഞ്ഞ വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് സ്പെൻഡ് എന്ന് പറയുന്ന സോണറ്റ്. വെൻ ഇറ്റ് ഇസ് പബ്ലിഷ്ഡ് ഇറ്റ് കംസ് 16 സോണറ്റ്. ഓക്കെ, അതാണ് സംഭവം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻറ്റ്, മറന്നു പോയത് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കോമൺലി ടൈറ്റിൽ ഓൺ ഹിസ് ബ്ലൈൻഡ്നസ് സോ നോട്ട് ബൈ മിൽട്ടൺ അല്ല ഈ സംഭവം കൊടുത്തുള്ളത്. തോമസ് ന്യൂട്ടൺ എന്ന് പറയുന്ന ആളാണിത് ഈ ടൈറ്റിൽ കൊടുത്തിട്ടോ. സോ ഹു ഗീവ് ദ ടൈറ്റിൽ? തോമസ് ന്യൂട്ടൺ ആണ് കൊടുത്തുള്ളത് ഈ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഫോർ ഹിസ് പോയം, ഫോർ ഹിസ് സോണറ്റ്. ദെൻ ഡേറ്റിംഗ് ഓൾസോ വി നോ ദാറ്റ് 1652 ഡേറ്റിംഗ് വരുന്നത്. ദെൻ തീംസ് ആൻഡ് അപ്രീസിയേഷൻ സോണറ്റ് ഫോം നമുക്കറിയാം. എബ്ബ കിടയാണ് ഇതിൻ്റെ ഇത് പോകുന്നത്. ഇതിൻ്റെ ടൈം എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് പി വൈ ക്യൂലേക്ക് അത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് MCQs. ഇപ്പോൾ നിങ്ങളത്തെ ക്ലാസ് കേട്ടല്ലോ. അപ്പം ഇനി എന്ത് ചെയ്യുക, ആ MCQസും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒറ്റ മിനിറ്റ്. MCQ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, ഒന്ന് ഷെയർ ചെയ്യട്ടെ. അടിപൊളി, നെറ്റ് സ്ലോ ആണല്ലോ. ഒരു സെക്കൻഡ്. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയോ? നമ്മൾ റിവിഷൻ ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കാൻ പറ്റിയോ? അപ്പോൾ ഇങ്ങനെയുള്ള റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാവും കേട്ടോ. ഒരു മിനിറ്റ്. റിവിഷൻ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഗ്രൂപ്പിൽ. ആ ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. എന്തെറ്റി? ബിൻസി ജോയിൻ ചെയ്യാൻ പറ്റുന്ന മെസ്സേജ് അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ സുരഭി മെസ്സേജ് അയച്ചിട്ടുണ്ട്. രേണുക, സായിശ്രീ. എന്തു പറ്റി?
ഞാൻ കുറേ കണ്ടിട്ടില്ല, ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത് വേറെ കാര്യം. അവരൊക്കെ ഇനി ഇത് കണ്ടോളൂ. ഒറ്റ എൻ്റെ കഴിഞ്ഞിട്ടോ. റിവിഷൻ PPT. ഓക്കെ, റെഡി. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ഷേക്സ്പിയർസ് ഫസ്റ്റ് ബയോഗ്രഫേഴ്സ് നെയിം? പെട്ടെന്ന് പറഞ്ഞോണേ. നിക്കോളാസ് റോയ്. എല്ലാവരും പറയണം കേട്ടോ, ഒരുമിച്ച് പറയണേ. അത് വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് നോട്ട് വൺ ഓഫ് ബേക്കൺസ് സ്റ്റേറ്റഡ് ഗോൾസ്? To write fiction. To write fiction. Very good. Next question. What is the structure of the sonnet in the Holy Sonnet collection? Both Shakespeare and Shakespearean and Italian sonnet. Okay, അടുത്ത question. The poem was written as farewell to whom? ഇതാണ് Dunn's wife. Very good. Next question. Who described Milton as the greatest English author? William Haley. വില്യം ഹെയ്ലി ആണ് ഗ്രേറ്റസ്റ്റ് ഓതർ എന്ന് പറഞ്ഞു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഫോർമാറ്റ് വാസ് ഷേക്സ്പിയർസ് സോണറ്റ്സ് ഫസ്റ്റ് പബ്ലിഷ്ഡ്? ഏതാ? ഏത്? ക്വാർട്ടോ മോഡലാണ് അദ്ദേഹത്തിൻ്റെ സാധനം ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ് ക്വാർട്ടോ ഫോമിലാണ്. അതിന് മുന്നേ മാനുസ്ക്രിപ്റ്റ് ആയിട്ട് സംഭവം വന്നിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ഫ്രാൻസിസ് ബേക്കൺസ് വൈഡ്ലി നോൺ ആസ്? ഫാദർ ഓഫ് എംപെരിസിസം. വെരി ഗുഡ്. ഹൂ ക്രിട്ടിക്ഡ് മിൽട്ടൺസ് ലാംഗ്വേജ് ആസ് ബീയിങ് കറപ്റ്റ്? ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റാണത്. John Keats. Very good. What literary device is used in the comparison of the lovers to stiff twin compasses? Conceit. Very good. How many essays were published on the first edition of the Essays of Council Civil and Moral? 10. Very good. 10, 38, 58. Interpretation of the spheres refers to? The movement of celestial bodies. Very good. Next one. To whom did Milton dedicate Lycidas' pastoral elegy? Edward King. Next one. What is the term for the 9th line of the Petrarchan sonnet where a shift from or turn occurs? Volta. Very good. Who advocated the theory of that Bacon wrote the works of Shakespeare? Delia Bacon. Very good. How many stanzas are in the poem Variation for Forbidden Morning? 9. How many lines? The lines are 36. Very good. What was the title of Milton's first published work which appeared anonymously? On Shakespeare. On Shakespeare. Next one. First written work ആണെങ്കിലോ? On the morning of Christ's nativity. Okay. Which romantic poet famously invoked Milton in the line Milton, thou shouldst living at this hour? Wordsworth. Very good. Which line best represent the speaker's frustration with being judged by society standards? For why I should adulterate eyes, I am that I am. All men are bad, in that badness reign. Give salutation to my sporty blood. Which one? For why should others fall? Yes. Next one. What is the rhyme scheme of an English or Shakespearean sonnet? A B C D C D E F E F C. In the first stanza, the speaker conveys their parting to? peaceful death of virtuous man. According to Bacon, what are the 3 primary purposes of studies? Delight, honor, and Ability. Okay. Dull sublunary lovers love refers to? earthly physical. In which of Milton's collection did the sonnet first appear? Trinity manuscript. Very good. Next question. What does speaker mean by frailest spies? People who are morally better than him. Craftyman studies dash. Craftyman or dash in a dash on craftyman dash studies similar to admire them condemn studies. The dismissed studies, right? How is the sonnet commonly titled, though not Milton? Milton alla sonnet commonly title എന്തായിരുന്നു? On his blindness. Next one. Like gold to airy thinnest bead. Suggests that
Expansiveness and endurance of their love. expansiveness and endurance of their love. Bacon conveys different kinds of books to be food. Some books are to be tasted, and others to be swallowed, and some other few to be chewed and digested. Why does the speaker question the judgment of made by others? Because he believes others are projecting their own flaws onto him. Onto him. Very good. The line I may be straight, though they themselves be bevel, says what about the speaker? He believes he is upright Despite others' judgment. Very good. The fixed foot of the compass represent The lover's stability. the lover's stability. Which literary forms does the sonnet on his blindness follow? Petrarch and sonnet. Very good. Distilled books are like, according to Bacon, Common common distilled distilled waters. Why does the speaker refers to this nature as sporty blood? ഇവിടെയാണ് സെക്ഷൽ കൊണോട്ടേഷൻ കേട്ടോ. ഇവിടെയാണ് സെക്ഷൽ to indicate his playful and lively character. Next one, according to Bacon, too much time in studies leads to എന്താണ്? According to Bacon, sloth. Why does the speaker say all men are bad and in their badness reign? To criticize the idea that people view Criticize the idea everyone that people as corrupt. view everyone as corrupt. The poem uses light as a metaphor for sight. sight. Why does Duns reference virtuous man in the first stanza? To compare the peaceful parting to calm down. Peaceful parting to calm Next one. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ചെയ്യുന്ന വായിച്ചു നോക്കാം. ബെൻ ജോൺസൺ കോൾഡ് ഷേക്സ്പിയർസ് ദ സ്പീക്സ് മാൻ ഓഫ് ഹെവൻ. റോബർട്ട് ഗ്രീൻ ക്യൂസ്ഡ് ഷേക്സ്പിയർ ഓഫ് ബീങ് എ പോയിറ്റ് ഓഫ് നേച്ചർ. ഡോക്ടർ ജോൺസൺ റിമാർക്ക് ദാറ്റ് ഷേക്സ്പിയർ ഹാഡ് നോ ഹീറോസ് ബട്ട് ഓൺലി ഹീറോയിൻസ്. Only one is correct. ഓൺലി വൺ ഈസ് കറക്റ്റ് അല്ലേ? ബാക്കി രണ്ടും തെറ്റാണല്ലേ? റോബർട്ട് ഗ്രീൻ പറഞ്ഞെന്തായിരുന്നു? അബ്സ്ട്രാക്ട് ക്രോ. ജോൺ റസ്കിൻ റിമാർക്ക് ദാറ്റ് ഷേക്സ്പിയർ ഹാഡ് നോ ഹീറോസ് ബട്ട് ഓൺലി ഹീറോയിൻസ് പറയായിരുന്നു. റസ്കിന് പറഞ്ഞത് ജോൺ റസ്കിന് പറഞ്ഞത്. സോ ഓൺലി one is correct option. The lovers bond is compared to which element? Gold. What does light denied symbolize in the poem? Absence of physical sight. Lack of Done conveys ordinary lovers to Opportunities. lack of മറ്റേ ക്വസ്റ്റിന്റെ ആൻസർ ഏതാ വരുന്നത്? light denied. It's not absolute physical light sight അല്ല കേട്ടോ. അത് ഡിനോട്ടേറ്റീവ് മീനിങ് ആണ്. ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. മാറിപ്പോയതാണ്, സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൺ കമ്പൈസ് ഓർഡിനറി ലവേഴ്സ് ടു dull sublunary lovers. Next question, according to Bacon, reading make a perfect reading make a full man. Next, the first 126 sonnets are addressed to a young man known as fair youth. 127 to 154, Dock Lady. The fair youth may have been William Herbert, the Earl of Southampton. Eda 1, 2 and 3 are correct. Very good. For someone whose wit is wandering, Bacon recommends the study of mathematics. Very good. Next one. What does thousands under his beating speed in line 12 signify on his blindness? ഏഞ്ചൽസിന്റെ ആ സ്പീഡിനെ പറഞ്ഞു കേട്ടോ. ഏഞ്ചൽസിന്റെ സ്പീഡിനാണ് പറഞ്ഞത് thousands at his beating speed എന്ന് പറയുന്നത്. Which of it does Bacon says for someone not skilled at distinguish differences? അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. ഓപ്ഷൻ എ ആയിരുന്നു. ഏഞ്ചൽസ് അതായിരുന്നു. ഏഞ്ചൽസ് ആണ്. നെക്സ്റ്റ് വൺ. Which subject does Bacon says for someone schoolman? Very good. Next question. Shakespeare was a member of which acting company that later became known as the King's Men? Chamberlain's The Men. Chamberlain's Men. Very good. Next one. In which year was the Violation for Burning Morning published? 1633. Very good. Violation for Burning Morning belongs to which collection? Songs and Sonnets. How does the poem describe God's expectations in on his blindness? Mild and compassionate. Next one. How many stanzas are there in the poem Violation for Burning Morning? 9.
Which alternate name is given to Shakespeare's sonnet 121? No fear. No fear. No fear. Mathematics is recommended for someone with a Wandering Wait. Very good. The term violation means farewell speech. speech. Farewell speech. who coined the term metaphysical poetry? Samuel Johnson. Samuel Johnson. In which work did John Donne use the phrase John done and done undone? In a letter to his wife. Very good. Ah, yeah, What is that's patience in the poem? For what in the patience poem? On his Personification offering divine revelation. Very good. According to Bacon, the study of law helps in the following way. Ability to It develops one's ability to debate and argue. Very good. debate. According to Bacon, writing for the head suggests that mental clarity and focus. mental clarity and focus. Very good. Which famous poet called Donne the monarch of wit? Lazy man. Lazy man. Lazy Which poet praised Tone's unified sensibility for blending thought and emotion? T.S. Eliot. T.S. Eliot. Eliot. Okay. So that's all about our today's session. Okay. അപ്പോൾ എത്ര 1.5 മണിക്കൂർ എടുത്തു. 1 മണിക്കൂർ കൊണ്ട് തീരും വിചാരിച്ചതായിരുന്നു, പക്ഷേ 1 മണിക്കൂറും 20 മിനിറ്റ് എടുത്തു. അപ്പോൾ സെഷൻ യൂസ്ഫുൾ അല്ലായിരുന്നോ? വെറുതെ പോയിട്ടില്ലല്ലോ. Use